അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയൊന്നാണ്. അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് 13ാമത്തെ ഭാഗത്ത് നുബുവത്തിന് തൊട്ടു മുമ്പ് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, കഅബാലയത്തിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ വഹീന്റെ ആരംഭത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ആ സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിനുള്ള സമയമായി അതിലേക്കുള്ള സൂചനകളാണ് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ടെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് സംഭവിച്ച ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം വരെ അതിലേക്കുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സൂചനയായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ വഹിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വഹി എന്നുള്ളത് ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗുഹയിൽ പോയിരുന്ന സന്ദർഭത്തിൽ സംഭവിച്ചതല്ല, മറിച്ച് ആ 40 വർഷ കാലഘട്ടത്തിലുടനീളം ആ സമൂഹത്തിന്റെ തിന്മകളിൽ റസൂലുള്ളാന്റെ ഹൃദയം നന്നേ അസ്വസ്ഥമായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടെല്ലാം ഭൗതികമായിട്ടെല്ലാം ഉണ്ടായിട്ടും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു ഘട്ടത്തിൽ നല്ലൊരു ഭാര്യയുണ്ട്, അതേപോലെ തന്നെ നല്ല തറവാടുണ്ട്, സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, പേരും പ്രശസ്തിയും എല്ലാം റസൂലുള്ളാന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം ആ സമൂഹത്തിന്റെ മേലെ, അതായത് ആ സമൂഹത്തിന്റെ ധാർമ്മികമായിട്ടുള്ള അധപ്പതനത്തിലും അതേപോലെ തന്നെ അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ബഹുദൈവാരാധനയെല്ലാം റസൂലുള്ളാന്റെ ഹൃദയത്തെ അങ്ങേയറ്റം അസ്വസ്ഥമാക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാം നേരെ തിരിച്ചാണ്. അതായത് ഭൗതികമായിട്ട് നമുക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ഭാര്യയും വീടും ജോലിയും സമ്പത്തും എല്ലാം ലഭിക്കുന്നതോടുകൂടെ പല ആളുകളും അള്ളാഹുവിൽ നിന്ന് അകലാറാണുള്ളത്. നമ്മളതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സമൂഹത്തിന്റെ മീതെ നമ്മൾ ചിന്തിക്കാൻ പോകാറില്ല, അല്ലെങ്കിൽ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ ഓർത്ത് നമ്മളൊന്നും വിഷമിക്കാൻ പോകാറില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം ഭൗതികമായിട്ടെല്ലാം ഉണ്ടായിട്ടും റസൂലുള്ള അസ്വസ്ഥമാകുകയാണ്. അതന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ജനതയുടെ മീതെ ഉണ്ടായിരുന്ന താല്പര്യം, അതേപോലെ തന്നെ അതിനേക്കാൾ ഉപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായിട്ടുള്ള യാതൊന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല അതെല്ലാം ചെയ്തത് എന്നുള്ളതിലേക്കുള്ള മനോഹരമായിട്ടുള്ള സൂചനകളാണ്. സുബ്ഹാനല്ലാഹ്. അതായത് വളരെ ആത്മാർത്ഥമായിരുന്നു റസൂലുള്ളാന്റെ തേട്ടം. സുബ്ഹാനല്ലാഹ്. അപ്പൊ മാനസികമായിട്ട് അങ്ങേയറ്റം അസ്വസ്ഥമാകുന്ന സന്ദർഭത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഏകാന്തതയാണ് ഇഷ്ടപ്പെടുക. കൂടുതലൊന്നും സംസാരിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക. അതാണ് പുരുഷന്റെ സൈക്കോളജി. സ്ത്രീകൾ നേരെ തിരിച്ചാണ്. സ്ത്രീകൾ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവർ സംസാരിച്ചിട്ടാണ് ആ പ്രശ്നം ഇറക്കി വെക്കുക. അപ്പൊ ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിനെ കുറിച്ച് ഓർത്ത അസ്വസ്ഥമായ സന്ദർഭത്തിൽ ഒരു അല്പം മാറിയിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തമായിട്ട് ഇരിക്കാൻ ആരംഭിക്കുകയാണ്. അവിടെ മുതലാണ് ആ വഹിയിലേക്ക് കാര്യങ്ങൾ പ്രവേശിക്കുന്നത്. എങ്ങനെയാണ് വഹി ആരംഭിച്ചത്? അതൊരു സുപ്രഭാതത്തിലായിരുന്നില്ല, മറിച്ച് അതിന് അതിമനോഹരമായിട്ടുള്ളൊരു ക്രമം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വഹീന്റെ ആരംഭം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറ്റവും ആധികാരിക ഗ്രന്ഥമായിട്ട് ഗണിക്കപ്പെടുന്ന ആ സ്വഹീഹുൽ ബുഖാരി ആരംഭിക്കുന്ന അതിന്റെ ആദ്യത്തെ അധ്യായം എന്നുള്ളത് ബദ്ഉൽ വഹിയാണ്. അതായത് വഹീന്റെ ആരംഭം സൂചിപ്പിച്ചുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി ആരംഭിക്കുന്നത്. ആദ്യത്തെ അധ്യായം, ആദ്യത്തെ ഹദീസ് നമുക്കറിയാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ് ആദ്യത്തെ ഹദീസ്. മൂന്നാമതായിട്ട് കടന്നു വരുന്ന ഹദീസ് ആ വഹീന്റെ ആരംഭമാണ്. ആദ്യത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ഹദീസും ആ വഹീന്റെ ആരംഭമാണ് സൂചിപ്പിക്കുന്നത്. സുദീർഘമായിട്ടുള്ള ഹദീസ് ഉദ്ധരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയല്ല, മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അത് തന്നെ മനോഹരമാണ്. കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഈ വഹീന്റെ ആരംഭ കാലഘട്ടം അതിനൊന്നും സാക്ഷിയായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അത് നടക്കുന്ന സന്ദർഭത്തിൽ ഈ ഭൂമിയിൽ പോലുണ്ട്, അവര് ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വകാല സംഭവങ്ങളെല്ലാം, പൂർവ്വകാല ജീവിതത്തിലുണ്ടായിരുന്ന ആ സംഭവങ്ങൾ അതിസൂക്ഷ്മ തലങ്ങളെപ്പോലെ ഒപ്പിയെടുത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വേണ്ടി ഉദ്ധരിക്കുകയാണ്. അത് തന്നെ നിരവധി കാര്യങ്ങളാണ്, അതിലൂടെ നിരവധി പാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമതായിട്ട് അവര് തമ്മിലുള്ള ആ മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ ചിലത് നമുക്ക് അതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹശേഷം തന്റെ മുൻകാല അനുഭവങ്ങളെല്ലാം പ്രിയ പത്നിയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുകയാണ്. അപ്പൊ നമ്മളെങ്ങനെയാണല്ലോ വിവാഹത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല സംഭവങ്ങളും നമ്മൾ ഭാര്യമാരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പങ്കുവെക്കുന്നു.
ആ പങ്കുവച്ച അനുഭവങ്ങളെല്ലാം ഭാര്യ ശ്രദ്ധയോടുകൂടെ കേട്ട് ഓർമ്മയിൽ സൂക്ഷിച്ച് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വളരെ കൃത്യമായിട്ട് ഒരു പദം പോലും വിടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിലേക്ക് അത് പങ്കുവെച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിലുള്ള മനോഹരമായിട്ടുള്ള യുക്തി കൂടെയാണ് അതിലൂടെ നമ്മൾ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം, പ്രൈവറ്റ് ലൈഫ് സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു 90% നമുക്ക് ലഭിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. 2000-ലധികം ഹദീസുകളാണ് അവർ ഉദ്ധരിച്ചത്. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ വഹീന്റെ ആരംഭം സൂചിപ്പിച്ചുകൊണ്ട് ആ ഹദീസ് ആരംഭിക്കുകയാണ്. അവർ പറയുന്നത് നേരിട്ട് അതായത് ഒരു സുപ്രഭാതത്തിൽ റസൂലുള്ളാഹിക്ക് വഹീ ലഭിക്കുകയായിരുന്നില്ല, മറിച്ച് ആദ്യം അതിലേക്കുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു. എന്തായിരുന്നു മുന്നൊരുക്കം? ആദ്യത്തെ 6 മാസത്തുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ആ സ്വപ്നങ്ങൾ എന്നുള്ളത് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങളല്ല, മറിച്ച് ഹദീസിൽ വായിക്കാൻ സാധിക്കും റുഅ്യ സ്വാലിഹ് അല്ലെങ്കിൽ റുഅ്യ സ്വാദിഖ്, പ്രഭാതം പോലെ പുലരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങൾ. അതായത് എന്താണോ രാത്രി കാണുന്നത് അത് പകൽ വെളിച്ചം പോലെ പിറ്റേ ദിവസം സംഭവിക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ആ ഹൃദയത്തെ ആ വഹി സ്വീകരിക്കാൻ ഉതകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തുകയാണ്. അതായത് സ്വന്തം ഹൃദയത്തെ വിശ്വസിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കുള്ള ട്രെയിനിങ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. വളരെ മനോഹരമാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇസ്ലാമിലെ ഏതൊരു കാര്യത്തിന്, ഏതൊരു കർമ്മത്തിന് അതിന്റേതായിട്ടുള്ള ഒരു ക്രമം, ഒരു തെർത്തീബുണ്ട്. അത് വഹീന്റെ കാര്യത്തിൽ നമ്മൾ ഇവിടെ കാണുകയാണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു സദസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റാ നമസ്കാരമായി എന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ നമസ്കരിക്കാറില്ല. അതിനാദ്യം ഒരാൾ സമയം നോക്കേണ്ടതുണ്ട്, അതിനുശേഷം ബാങ്ക് വിളിക്കേണ്ടതുണ്ട്. ബാങ്ക് വിളിച്ചതിന് ശേഷം ബാങ്ക് കേട്ട ആളുകള് അവരാദ്യം പോയിട്ട് ഉളു നിർവഹിക്കേണ്ടതുണ്ട്, അതിനുശേഷം വൃത്തിയാകണം, ശരീരത്തില് ആ വസ്ത്രത്തിൽ നജസ് പാടില്ല, ഔറത്ത് മറക്കേണ്ടതുണ്ട്, ഖിബിലക്ക് നേരെ മുന്നിട്ട് നിൽക്കണം, അതേപോലെ തന്നെ മുന്നിലൊരു സുത്ര, ഒരു മറ വേണ്ടതുണ്ട്. അതെല്ലാം നമസ്കാരത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങളാണ്. അതേ രൂപത്തിൽ ഇപ്പൊ നോമ്പാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ സുഹൂർ, നമ്മൾ അത്താഴം കഴിച്ചതിന് ശേഷം നോമ്പിന് ഒരുങ്ങാറുണ്ട്. അതേ രൂപത്തിൽ അത് മതപരമായിട്ടുള്ള കാര്യത്തിൽ മാത്രമല്ല, ഭൗതികമായിട്ടുള്ള കാര്യത്തിലും ഇപ്പൊ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ യാത്ര നമ്മൾ ഒരു യാത്രക്ക് ഒരുങ്ങാൻ അതിന് ചില ഒരുക്കങ്ങളുണ്ട്. ആ യാത്രക്ക് മുന്നില് നമ്മൾ നിരവധി മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട്. അതേ രൂപത്തിൽ ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിലും അല്ലെങ്കിൽ ഒരു കർമ്മത്തിൽ ഒരു മുന്നൊരുക്കം എന്നുള്ളത് പോലെ തന്നെ ആ വഹിയിലേക്കുള്ള മുന്നൊരുക്കം, അതിലേക്കുള്ള ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മാസക്കാലത്തുടനീളമുള്ള സ്വപ്നങ്ങൾ. സുബ്ഹാനല്ലാഹ്. ആ സ്വപ്നം എന്നുള്ളത് വ്യക്തിപരമായിട്ട് അവസാനമായിട്ട് റസൂലുള്ളാഹിനെ ഒരുക്കുകയാണ്. അതിനു മുമ്പേ അതിലേക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് തൊട്ടുമുമ്പ് നടന്ന ആനക്കലഹ സംഭവം, അതേപോലെ തന്നെ ആ സംസം കിണർ അവർ കണ്ടെത്തിയത്, ആ ബഹീറ സംഭവം, അതേപോലെ തന്നെ അവസാനമായിട്ട് സംഭവിച്ച ആ കഅബയുടെ പുനർനിർമ്മാണം, അതെല്ലാം അതിലേക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. 6 മാസ കാലഘട്ടത്തുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നങ്ങൾ കാണാൻ. സ്വപ്നം എന്നുള്ളത് മിസ്ലു ഫലഖി സുബ്ഹ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രഭാതം പോലെ പുലരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ പോസ് ചെയ്ത് ചില കാര്യങ്ങൾ സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. സ്വപ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന നൽകിയത്. സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമേ പ്രവാചകന്മാര് ദർശിക്കൂ എന്നുള്ളതാണ്. അതല്ലാത്ത നിരവധി സ്വപ്നങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ സ്വപ്നങ്ങളെ 3 തരംതിരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് റുഅ്യ സ്വാലിഹ്, അതായത് സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞു. അതാണ് ഇവിടെ റസൂലുള്ളാഹി കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ, അതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിശാചിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ്. ഹിൽമു ഷൈത്വാൻ, അതായത് പിശാചിൽ നിന്നും പേടിപ്പെടുന്ന ഭീകരമായിട്ടുള്ള രൂപത്തിലുള്ള സ്വപ്നങ്ങൾ. അത്തരം സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം റസൂലുള്ളാഹി ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുൻ നഫ്സാൻ, അതായത് സ്വയം മനസ്സിന്റെ മന്ത്രങ്ങൾ. അതായത് അപ്പൊ നമ്മൾ നിരന്തരം ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതേ കാര്യമായിരിക്കും നമ്മൾ സ്വപ്നത്തിൽ കാണുക. അപ്പോ നമ്മളൊരു കാറ് വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ് നിരന്തരം ചിന്തിക്കുന്നത്, കിടക്കാൻ പോകുന്ന സന്ദർഭത്തിലും അതാണ് നമ്മുടെ മനസ്സിൽ ചിന്തയെങ്കിൽ പലപ്പോഴും അതന്നെ നമ്മുടെ സ്വപ്നത്തിൽ കയറി വരാറുണ്ട്. അത്തരം സ്വപ്നങ്ങൾ
അത് നമുക്കറിയാം. ഉടനെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരല്പം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാകും, പക്ഷേ ഒരല്പം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് മറന്നു പോകുന്നത്. അതാണ് മൂന്നാമത്തെ സ്വപ്നമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് പറഞ്ഞത് അർറുയ സ്വാലിഹ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ്. അതാണ് പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങൾ. സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമേ പ്രവാചകന്മാർ കാണാറുള്ളൂ. പിശാജ് ഒരിക്കലും അവരെ സ്വപ്നത്തിന്റെ കാര്യത്തിൽ പിശാജിന് അവരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ള. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ പ്രത്യേകപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടത് ഇപ്പൊ ഷഖ്ഖു സ്വദർ എന്നുള്ള ആ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വന്ന് ഹാദാ ഹദ്ദു ശൈത്വാനി മിൻക് എന്ന് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ നിന്നും പിശാജിന്റെ ഒരു ഭാഗം ഒഴിവാക്കുന്നതായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പൊ പിശാജിന് സ്വപ്നത്തിന്റെ കാര്യത്തിൽ പ്രവാചകന്മാരെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നുള്ള. അവർ അള്ളാഹുവിൽ നിന്നുള്ള സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമേ കാണൂ. പ്രത്യേകം മനസ്സിലാക്കുക, അത്തരം സ്വപ്നങ്ങൾ അത് പ്രവാചകന്മാര് മാത്രമല്ല, അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നങ്ങൾ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളും അവർ കണ്ടേക്കാം, അവരുടെ ജീവിതത്തിലും അവർ കണ്ടേക്കാം. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസ് നമുക്കറിയാം, റസൂലുള്ളാഹിന്റെ രൂപം ആരെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് പിശാചിന് സ്വാധീനിക്കാൻ കഴിയില്ല. അത് റസൂലുള്ളാഹിനെ കണ്ട് അതേ രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലും സ്വഹീഹ് ബുഖാരിയിൽ തന്നെ കടന്നു വരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ലം യബഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്, പ്രവാചകത്വത്തിന്റെ അംശങ്ങളിൽ ഇനി മുബശ്ശിറാത്തുകളല്ലാതെ മറ്റൊന്നും ബാക്കി നിൽക്കുന്നില്ല. അതായത് പ്രവാചകത്വത്തിന്റെ അംശങ്ങളിൽ ഇനി മുബശ്ശിറാത്തുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ അനുയായികൾ ചോദിച്ചു, വമൽ മുബശ്ശിറാത്ത്, എന്താണ് പ്രവാചകരെ മുബശ്ശിറാത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് അർറുയ സ്വാലിഹ്, സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ. ആ സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് നുബുവത്തിന്റെ അംശങ്ങളിൽ ഇനി ബാക്കി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് തിരിച്ചു വരും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 മാസക്കാലം തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വപ്നം കാണുകയാണ്, സത്യസന്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ. മറ്റൊരു കാര്യം നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ടത്, വഹി ആരംഭിച്ചത് നമുക്കറിയാം റമളാൻ മാസത്തിലാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. അപ്പൊ റമളാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ ആ വഹി ആരംഭിക്കുന്നത്. അപ്പൊ 6 മാസം തുടർച്ചയായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ ആ റമളാൻ നമ്മൾ റമളാൻ മാസത്തിന്റെ പിറകിലേക്ക് 6 മാസം എണ്ണുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുക റബീഉൽ അവ്വൽ മാസത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അതായത് റസൂലുള്ളാഹി ജനിച്ച റബീഉൽ അവ്വൽ മാസം മുതൽ റമളാൻ മാസം വരെ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധമായിട്ട് പ്രഭാതം പോലെ പുലരുന്ന സ്വപ്നങ്ങൾ റസൂലുള്ളാഹി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട അത്ഭുതപ്പെടുന്ന ഒരു ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ കടന്നു വരുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഅയ സ്വാലിഹുൽ മുഅ്മിൻ ജുസ്ഉം മിൻ 46 ജുസ്ഉം മിനൻ നുബുവ. മനോഹരമായിട്ടുള്ള ഹദീസ്, അത്ഭുതമാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സത്യവിശ്വാസികളുടെ സ്വപ്നം എന്നുള്ളത് പ്രവാചകത്വത്തിന്റെ 46 ഒരു അംശമാണ്. സുബ്ഹാനല്ലാഹ്. അതായത് സത്യവിശ്വാസികൾ കാണുന്ന സത്യസന്ധമായിട്ടുള്ള, അതായത് അള്ളാഹുവിൽ നിന്നുള്ള അത്തരം സ്വപ്നങ്ങൾ പ്രവാചകത്വത്തിന്റെ 46 ഒരു അംശമാണ്. അതാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി 6 മാസം തുടർച്ചയായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. നുബുവത്തിന് ശേഷം പ്രവാചകത്വ കാലം എന്നുള്ളത് നമുക്കറിയാം 23 വർഷക്കാലാണ്. ഇപ്പൊ 23 വർഷത്തിൽ എത്ര 6 മാസമാണുള്ളത്? 46 മാസങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഇവിടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 46 ഒരു അംശം എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത്ഭുതമാണ്. കാരണം അത്ഭുതം ആകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, 23 വർഷക്കാലഘട്ടം, നുബുവത്ത് കാലഘട്ടം എന്നുള്ളത് 23 വർഷമാണെന്ന് റസൂലുള്ളാഹി ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അറിയില്ല. ഹദീസ് ഒരു പക്ഷേ അല്ലാഹു അലം ഹദീസിന്റെ സന്ദർഭം കൃത്യമല്ല, പക്ഷെ എങ്കിലും ഹദീസ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് പ്രകാരം ഹദീസ് റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ തുടക്ക കാലഘട്ടത്തിലായിരിക്കണം പറഞ്ഞത്. ഏതൊരു സന്ദർഭത്തിൽ പറഞ്ഞാലും വളരെ കൃത്യമായിട്ട് 23 വർഷമായിരിക്കും തന്റെ നുബുവത്ത് എന്ന് മുൻകൂട്ടി അറിയാവുന്ന ഒരു സ്രോതസ്സിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കണം റസൂലുള്ളാഹി പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇത്ര കൃത്യമായിട്ട് ആ കണക്ക് ക്ലിയർ ആകൂ. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ്, റസൂലുള്ളാഹി പറയുന്നത് പ്രവാചകത്വത്തിന്റെ 46 ഒരു അംശമാണ് വിശ്വാസികളുടെ സ്വപ്നം. അതാണ് ഹദീസ്. 46 ഒരു അംശം. അത് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ നുബുവത്ത് കാലം എന്നുള്ളത് 23 വർഷം. 23 വർഷത്തിൽ എത്ര 6 മാസങ്ങളുണ്ട്? 46. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത്, അതായത് നുബുവത്ത് കാലഘട്ടം പൂർത്തിയാക്കുന്നതിന് മുമ്പ് റസൂലുള്ള പറയുന്നത് ഒരു വലിയ അത്ഭുതം കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. 6 മാസക്കാലം തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുകയാണ്. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് തുടരുകയാണ്, സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകാന്തത ഇഷ്ടമാകാൻ തുടങ്ങി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹൃദയം അങ്ങേയറ്റം അസ്വസ്ഥമായി റസൂലുള്ളാഹി സ്വപ്നമെല്ലാം കണ്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽവ, അതായത് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയാണ്. അത് മാത്രമല്ല, ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ള നിരവധി വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ചില സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്ന വഴികളിലുള്ള ശിലകളും വൃക്ഷങ്ങളും കല്ലുകളും മരങ്ങളെല്ലാം റസൂലുള്ളാഹിനോട് സലാം പറയുന്നതായിട്ട് പ്രവാചകൻ കേൾക്കുകയാണ്. എന്തായിരിക്കും അനുഭവം? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒറ്റയ്ക്കൊരു വഴിയിലൂടെ പോകുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരാൾ സലാം പറയുന്നതായിട്ട് കേൾക്കുന്നു. 4 ഭാഗത്തേക്കും തിരിയുന്ന സന്ദർഭത്തിൽ അവിടെ ആരെയും കാണുന്നില്ല. പിന്നീട് അവിടെയുള്ള ആ കല്ലാണ് എന്നോട് സലാം പറയുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹിയായിട്ടുള്ള ഉദ്ധരണികൾ വായിക്കാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ സുനൻ തുർമുദിയിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ഹജ്റൻ ബി മക്കത്തിൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ചതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നുബുവത്തിന് മുമ്പ് മക്കയിലുണ്ടായിരുന്ന ചില ശിലകൾ എന്നോട് ദിനേനെ സലാം പറയുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ആ കല്ലുകൾ ഏതാണെന്ന് ഈ ഒരു സന്ദർഭത്തിൽ വരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സുബ്ഹാനല്ലാഹ്. ആ കല്ലുകൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേ രൂപത്തിൽ വിചിത്രമായിട്ട് അനുഭവങ്ങൾക്ക് പല സന്ദർഭത്തിൽ അവർ നേരിട്ട് തന്നെ സാക്ഷിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേനെ, അതായത് എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു മിമ്പർ, ഒരു മരത്തടിയുടെ മീതെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലങ്ങളിൽ ഖുതുബ നിർവഹിച്ചത്. പിന്നീട് അവരൊരു മിമ്പർ നിർമ്മിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് മാറിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടത് കാരണം ആ മരത്തടി കരയാൻ തുടങ്ങി. ആ കരച്ചിലിന് പള്ളിയിലുള്ള മുഴുവൻ സ്വഹാബത്തും സാക്ഷിയായിരുന്നു. മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി ആ മരത്തിനെ ആശ്വസിപ്പിച്ചതായിട്ടുള്ള ആ സംഭവമെല്ലാം, അതിനെല്ലാം അവർ ഇതേ രൂപത്തിൽ പല സന്ദർഭത്തിലും സാക്ഷിയായിട്ടുണ്ട്. ഏതായിരുന്നാലും അതേ രൂപത്തിലുള്ള വിചിത്ര സംഭവങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ സാക്ഷിയാകേണ്ടി വരികയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ നേരത്തെ ഹദീസിലേക്ക് തിരിച്ചു വരികയാണ്. പ്രവാചകൻ ഏകാന്തത ഇഷ്ടപ്പെടാൻ തുടങ്ങി. സുമ്മ ഹുബ്ബിബ ഇലൈഹി അൽ ഖലാ. റസൂലുള്ളാഹി ഏകാന്തത സ്നേഹിക്കാൻ തുടങ്ങി. അതിനുശേഷം വകാന യഖ്ലു ബിഗാരി ഹിറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഏകാന്തതയ്ക്ക് വേണ്ടി ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി പോയിരിക്കും എന്നുള്ളതാണ്. അതായത് ആ സമൂഹത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറി ഒരല്പസമയം ചിന്തിക്കാനും അതേപോലെ തന്നെ അല്ലാഹുവിലുള്ള ആരാധനയിൽ മുഴുകാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ ആ ഗുഹയിലേക്ക് പോകുമെന്നുള്ളതാണ്. സാന്ദർഭികമായിട്ടൊരു പോയിന്റ്. ഈ ഒരു സംഭവം റസൂലുള്ളാഹിന്റെ ഈ ഒരു പ്രവൃത്തി തെളിവാക്കി ചില ആളുകൾ വീടും കുടുംബവും നാടെല്ലാം ഉപേക്ഷിച്ച് ദീന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ തെളിവായിട്ട് ഇത് പല ആളുകൾ ഉദ്ധരിച്ച് കേൾക്കാറുണ്ട്. തെറ്റായിട്ടുള്ള ആ രൂപത്തിൽ ഒരിക്കലും ഇതിനെ മനസ്സിലാക്കരുത്. കാരണം അതൊരിക്കലും ഈ രൂപത്തിൽ പറയുന്നതിന് തെളിവല്ല. കാരണം നുബുവത്തിന് ശേഷം ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഹിറാ ഗുഹയിലേക്ക് വന്നിരുന്നതായിട്ട് നമ്മൾ എവിടെയും കാണാൻ സാധ്യമല്ല. നുബുവത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ അനുയായികൾക്കിടയിലും ഭാര്യമാർക്കിടയിലും ജീവിക്കുന്ന പ്രവാചകന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും, ഏത് സന്ദർഭത്തിലും റസൂലുള്ളാഹി ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. പല സന്ദർഭത്തിലും ഭാര്യമാരെ സഹായിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം അടുക്കളയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു എന്നുള്ള എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പല സന്ദർഭത്തിൽ യുദ്ധ സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി ഭാര്യമാരെ കൂട്ടിയായിരുന്നു യാത്ര ചെയ്ത്. പല സന്ദർഭത്തിലും ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഭാര്യയുടെ നിർദ്ദേശമാണ് ആ നിർണായക വേളയിൽ സ്വീകരിക്കുന്നതായിട്ടെല്ലാം നമ്മൾ കാണുക. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള തെളിവായിട്ട് ഇതൊരിക്കലും കാണാൻ സാധ്യമല്ല. കാരണം നുബുവത്തിന് ശേഷം റസൂലുള്ളാഹി ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. നുബുവത്തിന് മുമ്പായിരുന്നു റസൂലുള്ളാഹി ഇത് നിർവഹിച്ചത്. പക്ഷെ അതേ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു മറുവശം, തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഏകാന്തമായിട്ടുള്ള ചില സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അനിവാര്യമാണ്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാൻ, നമ്മുടെ പിന്നിട്ട കാലങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് സമയം അനിവാര്യമാണ്. ദൗർഭാഗ്യവശാൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എല്ലാം വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഏകാന്തത എന്നുള്ളത് സമ്പൂർണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഒരിക്കലും ഞാൻ ഒറ്റക്കാകുന്ന ഒരു സന്ദർഭം വരുന്നില്ല. ഞാൻ ഒറ്റക്കൊരു റൂമിൽ ജീവിക്കുന്ന സന്ദർഭത്തിലും ഞാനൊരു ആൾക്കൂട്ടത്തിനിടയിൽ ജീവിക്കുന്ന ഫീലിംഗ് ആണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഏകാന്തത വിശ്വാസികൾക്ക് നിർബന്ധമാണ്. അതിനാണ് പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മനോഹരമായിട്ടുള്ള മതത്തിൽ നിരവധി അതേ രൂപത്തിലുള്ള സന്ദർഭങ്ങൾ നൽകിയത്. ഇപ്പൊ രാത്രി നമസ്കാരം അതിനുവേണ്ടി നൽകപ്പെട്ടതാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസു സലാം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വസല്ലി ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക. അത് ഏറ്റവും വലിയ ഏകാന്തതയാണ്. കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ എഴുന്നേറ്റ് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഏകാന്തമായിട്ടിരുന്ന് ഒറ്റക്കിരുന്ന് തന്നെക്കുറിച്ചും തന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഏകാന്തമായിട്ടിരിക്കുന്ന വിശ്വാസി. അതാണ് രാത്രി നമസ്കാരം നമുക്ക് നൽകാനുള്ള കാരണം. അതേപോലെ തന്നെ നമുക്ക് റമദാൻ മാസത്തിന്റെ അവസാനത്തിലെല്ലാം ഇഅ്തികാഫ് നമ്മൾ നിർവഹിക്കാറുണ്ട്. അതും എല്ലാത്തിൽ നിന്നും മാറി ഒരല്പസമയം അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർക്കാൻ ഇബാദത്തിൽ മുഴുകാൻ വേണ്ടിയുള്ള ഒരു അല്പസമയമാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ ഒരിക്കലും അത് തെളിവാക്കിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു തെളിവാക്കിയ ഒരു സംഭവത്തെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് അതിന് തെളിവല്ല എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇറാ ഗുഹയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഏകാന്തതയെ തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാ ഗുഹയിൽ ദിവസങ്ങളോളം പോയിരിക്കും. അപ്പൊ ഇറാ ഗുഹ എന്നുള്ളത് ചില കാര്യങ്ങൾ നമുക്കറിയാം ഇന്നുള്ളത് മക്കയിൽ നിന്നും, അതായത് മക്കയുടെ കഅബയിൽ നിന്നും ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ഇറാ ഗുഹ ഇരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നിരവധി ബിൽഡിങ്ങുകൾ റോഡെല്ലാം വന്നതിന് കാരണം ഒരല്പ ദൂരമുണ്ട്. പക്ഷെ അന്നത്തെ കാലം ഏത് രൂപത്തിലായിരുന്നെന്ന് അറിയാൻ സാധിക്കില്ല. ഏതായിരുന്നാലും 2 കിലോമീറ്റർ അപ്പുറത്താണ് ഇറാ ഗുഹ ഇരിക്കുന്നത്. മക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ജബൽ നൂർ പർവ്വതത്തിന്റെ മുകളിൽ. ജബൽ നൂർ എന്നുള്ളത് പിൻകാലഘട്ടത്ത് നൽകിയ പേരാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ ആരംഭിച്ച മല ആ നൂർ എന്നുള്ളത് ഖുർആന്റെ നാമാണ്. ആ ഒരു കാരണത്തിൽ പിൻകാലഘട്ടത്ത് ആ ഒരു പർവ്വതത്തിന് നൽകപ്പെട്ട പേരാണ് ജബൽ നൂർ. വലിയൊരു പർവ്വതം നമുക്കറിയാം, 640 മീറ്ററാണ് അതിന്റെ ഉയരം. ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലാണ് ഇറാ ഗുഹ ഇരിക്കുന്നത്. ഇറാ ഗുഹ എന്നുള്ളത് ആ പർവ്വതത്തിന്റെ ബേസിൽ നിന്നും ആ ഗുഹയിലേക്ക് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ ഇന്നത്തെ കാലത്ത് തന്നെ 1 മണിക്കൂറോളം കയറാനുണ്ട്. ഇന്നിപ്പോ ഒരുപാട് സ്റ്റെപ്പുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെ കയറി അവിടെ എത്തണമെങ്കിൽ തന്നെ ഏകദേശം 1 മണിക്കൂറിലധികം സമയമെടുക്കും. പക്ഷെ അന്നത്തെ കാലത്ത് എത്രത്തോളം അത് പ്രയാസകരായിരിക്കും ചിന്തിച്ചു നോക്കുക. അത് ഗുഹ എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട് ഗുഹയെ സംബന്ധിച്ച്. പക്ഷെ അത് കണ്ട ആളുകൾക്ക്, പല ആളുകൾക്കും അത് നേരിട്ട് കണ്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ചിത്രമായിട്ടല്ല അത് കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു ഗുഹ പോലെയല്ല, മറിച്ച് നിരവധി പാറകൾ വീണുണ്ടായിട്ടുള്ള ഒരു പാറ എടുക്ക് മാത്രമാണ്. ഒരാൾക്ക് കഷ്ടിച്ച് അതിന്റെ അകത്ത് നിൽക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ആ ഗുഹ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ അതിന്റെ ലൊക്കേഷൻ അതിമനോഹരമാണ്. നമുക്കറിയാം അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താന്ന് വെച്ചാൽ അവിടെ നിന്നും നോക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ആ കഅബാലയം കാണാൻ സാധിക്കും എന്നുള്ള. കഅബാലയത്തെ വളരെ കൃത്യമായിട്ട് കാണാവുന്ന രൂപത്തിലാണ് ആ ഗുഹയുടെ ലൊക്കേഷൻ ഉള്ളത്. അപ്പൊ ഇന്ന് ഇത്രയേറെ നിരവധി മാനമുട്ട നിൽക്കുന്ന ബിൽഡിങ്ങുകൾ അവിടെ വന്നിട്ടും ഇന്നും അവിടെ നിന്ന് നോക്കിയാൽ ആ കഅബാലയത്തെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചതുപോലെ ആ വഹീന് വേണ്ടി മാത്രം അവിടെ നിർമ്മിച്ചതുപോലെയാണ് യഥാർത്ഥത്തിൽ ആ പർവ്വതത്തിന്റെ ലൊക്കേഷന് കാണാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ ഗുഹ യഥാർത്ഥത്തിൽ കണ്ടെത്തിയത് റസൂലുള്ളാഹിന്റെ പിതൃവ്യനായിരുന്ന അബ്ദുൽ മുത്തലിബ് ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബ്ദുൽ മുത്തലിബാണ് ആദ്യമായിട്ട് ആ മനോഹരമായിട്ടുള്ള ആ ഒരു സ്ഥലം, ആ ഗുഹ കണ്ടെത്തിയത് അദ്ദേഹം ആയിരുന്നു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ സാധിക്കും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ പല സന്ദർഭത്തിലും ആ ഗുഹയിൽ പോയി ഇരിക്കും. ആ ഒരു സന്ദർഭത്തിൽ ആ ഗുഹയിൽ ഇരിക്കുന്ന സമയത്തുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് തന്റെ പ്രിയ പത്നിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അതെല്ലാം ധാരാളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ദിവസങ്ങളോളം ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഭക്ഷണ സാധനങ്ങളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലേക്ക് പോവുക. ആ ഭക്ഷണം എല്ലാം തീർന്നാൽ റസൂലുള്ളാഹി ഇറങ്ങി നേരെ പോയി മക്കയിൽ പോയി അവിടെ പോയി 7 ത്വവാഫ് നിർവഹിച്ചതിന് ശേഷം പിന്നീട് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കുക. പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെയും തേടി അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നും ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കും. അതെന്തെങ്കിലും വീട്ടിൽ പരാതി പറയാനോ അല്ലെങ്കിൽ എത്ര ദിവസമായി നിങ്ങൾ പോയിട്ട് ആ രൂപത്തിലുള്ള പരാതി പറയാനല്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ ഭക്ഷണം തികയോ അതല്ല, അതേ രൂപത്തിലുള്ള വല്ലാത്ത ആ റസൂലുള്ളാഹിനോടുള്ള താല്പര്യം കാരണം, പ്രവാചകനോടുള്ള സ്നേഹം കാരണം പ്രവാചകന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് പോകുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്.
നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നിരവധി ഭൃത്യന്മാരുണ്ട്, അവരെ ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞേക്കാം. പക്ഷെ എന്നിട്ടും അത്രയും വലിയ ആ ഒരു മല കയറി റസൂലുള്ളാഹിനെ കാണാൻ റസൂലുള്ളാഹി ഒരിക്കൽ പോലും ആവശ്യപ്പെടാതെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിരിക്കണം. ആ മല ഞാൻ നേരത്തെ പറഞ്ഞു അത് കയറാനുള്ള പ്രയാസം 1 മണിക്കൂർ, ഇന്നത്തെ കാലത്ത് പോലും നിരവധി സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ട് പോലും 1 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഖദീജ റളിയല്ലാഹു അൻഹ അക്കാലഘട്ടത്ത് ആ മല കയറി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്താൻ എത്രത്തോളം പ്രയാസപ്പെട്ടിരിക്കണം. മറ്റുള്ള ചില റിപ്പോർട്ടുകളിൽ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ കൂടെ ചില സന്ദർഭങ്ങളിൽ ആഴ്ചകളോളം റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്നു എന്നും ചില ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. ഏതായിരുന്നു, നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ അവിടെ തനിച്ച് ഏകാന്തതയിലിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് തുടരുകയാണ്, വകാന യഖ്ലു ബിഗാരി ഹിറാ ഫയതഹന്നസു ഫീഹി വഹുവ തഅബ്ബുദ്. അതായത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ ഇരുന്നതിന് ശേഷം അവിടെ ആരാധനയിൽ മുഴുകും. യതഹന്നസു ഹിൻസ്, തഹന്നുസ് എന്ന് വെച്ചാൽ അതായത് ഹിൻസ് എന്ന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. സൂറത്തുൽ വാഖിയയുടെ 46-ാമത്തെ വചനത്തിൽ വകാനു യസിറൂന അലൽ ഹിൻസിൽ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആ പദം മനോഹരമായിട്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരു കാര്യത്തിൽ നിന്നും അകന്നു നിൽക്കുക, അതായത് ബഹുദൈവാരാധനയും മറ്റും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും ആ സമൂഹത്തിൽ നിന്നും മാറി അള്ളാഹുവിനെ ആരാധിച്ചിരിക്കുക. വഹുവ തഅബ്ബുദ്, അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. റമദാൻ മാസത്തിൽ ഒരു റിപ്പോർട്ടിൽ ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തൊരു ശബ്ദം കേട്ടൊരു വെളിച്ചെല്ലാം കണ്ടു. പക്ഷെ ഒന്നും വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല, ഒന്നും കേൾക്കാനും റസൂലുള്ളാഹിക്ക് സാധിച്ചില്ല. റമദാൻ മാസത്തിലാണ് സംഭവിക്കുന്നത്, യാതൊരു സംശയമില്ല. പരിശുദ്ധ ഖുർആനാണ് അതിന് തെളിവ്. അപ്പൊ റമദാൻ മാസത്തിലെ ഏതോ ഒരു ശനിയാഴ്ചയും അതേപോലെ തന്നെ ഞായറാഴ്ചയും ദിവസം റസൂലുള്ളാഹിക്ക് അതേ രൂപത്തിൽ ചില ശബ്ദം കേട്ടതായിട്ടും ചില വെളിച്ചം കണ്ടതായിട്ടെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവപ്പെട്ടു. പക്ഷെ ഒന്നും വ്യക്തമായില്ല. പിന്നീട് ആ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം ആയ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയാണ്, ജാഅൽ ഹഖ്, അന്നത്തെ ദിവസം ആ സത്യം റസൂലുള്ളാഹിനെ തേടിയെത്തി. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സത്യവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഗുഹാമുഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കാണുകയാണ്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ ജാഅഹുൽ ഹഖ് എന്നാണ് പറഞ്ഞത്, ഖുർആൻ എന്നല്ല പറഞ്ഞത്. കാരണം പരിശുദ്ധ ഖുർആനേക്കാൾ വലിയ സത്യമില്ല എന്നുള്ള, സുബ്ഹാനല്ലാഹ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. കാരണം നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും അതേ തിങ്കളാഴ്ച ദിവസമാണ്, ആ വഹി ലഭിച്ചതും തിങ്കളാഴ്ച ദിവസം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ഇവിടെ ചേർത്ത് വായിക്കുക. റസൂലുള്ളാഹി 6 മാസം തുടർച്ചയായിട്ട് സ്വപ്നം കണ്ടു. റബീഉൽ അവ്വൽ മുതൽ റമളാൻ വരെയുള്ള 6 മാസമാണ് റസൂലുള്ളാഹി സ്വപ്നം കണ്ടത്. ആ സ്വപ്നം കണ്ട അവസാനം റസൂലുള്ളാഹി ജനിച്ച അതേ തിങ്കളാഴ്ച ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വഹ്യുമായിട്ട് വരികയാണ്. തിങ്കളാഴ്ചയാണ് എന്നുള്ളതിന് തെളിവ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് തന്നെയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ അന്നത്തെ ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. 2 കാരണം റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞു. ഒന്നാമത്തെ കാരണം ഫീഹി ഉലിത്തു, അന്നത്തെ ദിവസമാണ് ഞാൻ ജനിച്ചത്. രണ്ടാമത്തെ കാരണമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് വഫീഹി ഉൻസില അലയ്യ, അന്നത്തെ ദിവസമാണ് എനിക്ക് വഹി ലഭിച്ചത്. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് നേരത്തെ ഞാൻ റസൂലുള്ളാഹിന്റെ പ്രവാചക ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പൊ തിങ്കളാഴ്ച ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഗുഹയിലേക്ക് കടന്നു വരികയാണ്. ഏതാണ് മാസം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, അതിനുള്ള ദലീല് പരിശുദ്ധ ഖുർആൻ തന്നെ. സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വചനം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അന്നത്തെ ദിവസം, അതായത് ആ മാസം റമളാൻ മാസമായിരുന്നു. ആ ദിവസം ഏതാണ്? ആ ദിവസമാണ് നമുക്ക് ലൈലത്തുൽ ഖദർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ. പക്ഷേ അത് റമളാൻ മാസത്തിലെ ഏത് ഡേറ്റ്, ഏത് ദിവസമാണ് എന്നുള്ളതിൽ, ആ ഡേറ്റിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഇഖ്തിലാഫ്, നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇബ്നു ഇസ്ഹാഖ് റഹിമുള്ള അദ്ദേഹം റമളാൻ 17 എന്നാണ് അഭിപ്രായപ്പെട്ടത്. ചില പണ്ഡിതന്മാർ 18. അതേ സന്ദർഭത്തിൽ ഇമാം അഹ്മദ് റഹിമുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിൽ കടന്നു വരുന്ന ഹസനായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ, ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഇബ്രാഹിം, മനോഹരമായിട്ടുള്ള ഹദീസ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റമളാനിലെ ആദ്യത്തെ രാത്രി ഗ്രന്ഥം നൽകപ്പെട്ടു. രണ്ടാമതായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റമളാനിലെ 6ാമത്തെ രാത്രി ഗ്രന്ഥം നൽകപ്പെട്ടു. അതേപോലെ തന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റമളാൻ 13 ഇഞ്ചീൽ നൽകപ്പെട്ടു. ഹദീസിന്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
റമദാൻ 24 പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടു. അപ്പൊ 24 എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. റമദാൻ 24 അത് സംഭവിച്ചത്, 24ാമത്തെ രാവ്. അതേ സന്ദർഭത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം 21. അബൂ ഖതാദയുടെ ഹദീസും അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കലണ്ടറെല്ലാം കണക്കും ആ കലണ്ടറിന്റെ കണക്കെല്ലാം സമന്വയിപ്പിച്ച് ആ റമദാനിലെ 21 ആകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് നിരവധി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. റഹീഖുൽ മഖ്തൂമിൽ അദ്ദേഹം 2-3 പാരഗ്രാഫ് ആ ഒരു വിഷയം അദ്ദേഹം അടിക്കുറിപ്പായിട്ട് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം അല്ല 21 സപ്പോർട്ട് ചെയ്യുന്നത്. ഏതായിരുന്നാലും അത് കൃത്യമായിട്ടുള്ള ഡേറ്റ് അല്ലാഹു അലം. റമദാൻ മാസം തിങ്കളാഴ്ച ദിവസം 21ാമത്തെ ദിവസം 21ാമത്തെ രാത്രി, അങ്ങനെ നമ്മൾ ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഗുഹാമുഖത്തേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനോട് പറഞ്ഞു, ഇഖ്റ, വായിക്കുക. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അത് വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ചിത്രം. എന്തായിരിക്കും ആ അവസ്ഥ? അതായത് സമ്പൂർണമായിട്ടുള്ള ഏകാന്തതയാണ്. അതായത് അത്രയും വലിയ ആ പർവ്വതത്തിന് മുകളിൽ റസൂലുള്ളാഹി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എങ്ങും കൂരിരുട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവനയിലേക്ക് വരെ ഒരു ചിത്രം നമുക്ക് കൊണ്ടുവരാൻ പ്രയാസമാണ്. കാരണം ഇന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി എല്ലാം ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല സ്ഥലത്തും രാത്രി മക്കയുടെ എല്ലാം ഏരിയൽ വ്യൂ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നിരവധി വെളിച്ചാണ്. പക്ഷെ അന്നത്തെ കാലം എന്നുള്ളത് ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടെത്തുന്നതിന് മുമ്പുള്ള, അതായത് കൂരാകൂരിട്ടാണ് രാത്രി എന്നുള്ളത്. അതേപോലെ തന്നെ ഇനി ശബ്ദം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലം നമുക്കറിയാം ശബ്ദ കോലാഹലങ്ങളാണ്. നിരവധി കാറുകളും അതേപോലെ തന്നെ ഫാക്ടറികളെല്ലാം ആ രൂപത്തിലാണ് ഇന്നത്തെ രാത്രികൾ. പക്ഷെ അന്നുള്ളത് സമ്പൂർണമായിട്ടുള്ള പിൻഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്നത് പോലെ പൂർണ്ണ നിശബ്ദതയാണ്. അതേപോലെ തന്നെ കൂരിരുട്ട്. ആ സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അത് മാത്രമല്ല, ഒരാള് മലമുകളിലേക്ക് കയറി വരികയാണെങ്കിൽ ആ കയറി വരുന്ന സന്ദർഭത്തിൽ അത് കാണാൻ സാധിക്കും. ആ കല്ല് വീഴുന്ന ശബ്ദവും കാലടി ഒച്ചകളെല്ലാം കേൾക്കാൻ സാധിക്കും. അതൊന്നും റസൂലുള്ളാഹി കേട്ടിട്ടില്ല. ഒന്നും കേൾക്കാതെ പെട്ടെന്ന് ഗുഹാമുഖത്തേക്ക് ഒരാള് തന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരത അല്ലെങ്കിൽ ധൈര്യം കൂടെ അതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതെല്ലാം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കായിരുന്ന അനുഭവമെങ്കിൽ ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ, അതായത് റസൂലുള്ളാഹിന്റെ വഹയിന്റെ ആരംഭ കാലഘട്ടത്തിലുള്ള പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ നേരിട്ട് കാണുന്നുണ്ട്, അതായത് പൂർണ്ണ രൂപത്തിൽ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇതേ രൂപത്തിൽ കല്ലുകളെല്ലാം ശബ്ദിക്കുന്ന രൂപത്തിലുള്ള അനുഭവങ്ങൾ, പിന്നീട് ഇതേ രൂപത്തിൽ ഏകാന്തതയിൽ ഒരാളെ ഗുഹാമുഖത്ത് കാണുന്ന അനുഭവം. നമ്മൾക്കായിരുന്നു ആ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരുപക്ഷെ മരണപ്പെടാം, അതായത് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുമായിരുന്നു. ഇപ്പൊ ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഇഖ്റ, വായിക്കുക എന്നുള്ളതാണ്. വായന 2 രൂപത്തിലാകാം. നമുക്കറിയാം, ഒന്നുകിൽ ഒരു ഗ്രന്ഥത്തിൽ നോക്കി വായിക്കുക, അതല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മനപ്പാടുള്ളത് എടുത്ത് വായിക്കുക. ചില റിപ്പോർട്ടുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതായത് വെള്ളി നിറത്തിൽ പൊതിഞ്ഞ ഒരു തുണിയിൽ അതിലൊരു ഗ്രന്ഥവുമായിട്ടാണ് വന്ന അതേ രൂപത്തിലുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അല്ലാഹു അലം. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുൽ ഉമ്മി, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിന്റെ 48ാമത്തെ വചനത്തിൽ വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നേ വരെ ഒരു ഗ്രന്ഥം പാരായണം ചെയ്തിട്ടില്ല, വലത് കൈകൊണ്ട് റസൂലുള്ളാഹി എഴുതിയിട്ടില്ല. പ്രവാചകൻ നിരക്ഷരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. അത് പറഞ്ഞ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ ശക്തമായിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്നുള്ള, റസൂലുള്ളാഹിനെ ആശ്ലേഷിച്ചു. അതായത് ചില രസകരമായിട്ടുള്ള ഒരു കാര്യം ഓർക്കുന്നത്, ഇപ്പൊ ഇസ്ലാമിക സാഹോദര്യത്തെ സംബന്ധിച്ച് ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇസ്ലാമിക സാഹോദര്യത്തിന് 100 കണക്കിന് തെളിവുകളുണ്ട്. അതെല്ലാം ഉണ്ടായിട്ട് അദ്ദേഹം തെളിവായിട്ട് ഈ ഒരു സംഭവം ഉദ്ധരിച്ചത് കേട്ടതായിട്ട് ഓർക്കണം. അദ്ദേഹം പറയുന്നത് ഇസ്ലാം ആരംഭിച്ചത് ഒരു ഒരു ആലിംഗനത്തിലൂടെയാണ്. അത്രയേറെ സഹോദരത്തിന് മതാണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്നത്. പക്ഷെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും ആ രൂപത്തിൽ സ്നേഹത്തോടെ നമ്മൾ പെരുന്നാളിനെല്ലാം നടത്തുന്ന രൂപത്തിലുള്ള ഒരു ആലിംഗനം അല്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെയ്തത്. ഹദീസിൽ വായിക്കാൻ സാധിക്കും, ഫഅഖദനി ഫഗത്തനി ഹത്താ ബലഗ മിന്നിൽ ജുഹദ, അതായത് ശ്വാസം മുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ശക്തിയും, പ്രവാചകൻ അത്യധികം ശക്തനാണ്, റസൂലുള്ളാഹിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടും റസൂലുള്ളാഹിക്ക് കഴിഞ്ഞില്ല. അവസാനം റസൂലുള്ളാഹി നമ്മൾ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി ആ ശ്വാസം റിലീസ് ചെയ്ത സന്ദർഭത്തിൽ
അതായത് എല്ലുകളെല്ലാം പൊട്ടുന്ന വിധത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചേർത്ത് പിടിക്കാൻ. അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ വിട്ടു. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശക്തി ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത്യധികം ശക്തനാണ്. പരിശുദ്ധ ഖുർആനിലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗുണങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശക്തിയാണ്. സൂറത്തു നജ്മിന്റെ 5-6 ആയത്തുകളിൽ അല്ലമഹു ശദീദുൽ ഖുവ, അത്യധികം ഖുവ്വത്തുള്ള ശക്തിയുള്ള ഒരാളാണ് താങ്കളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് ഉടനെ തന്നെ ദൂ മിർറത്തിൻ ഫസ്തവ. സുബ്ഹാനല്ലാഹ്, അത്യധികം, വീണ്ടും ആ കരുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത്യധികം കരുത്തനായിട്ടുള്ള വ്യക്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അത്രയേറെ ശക്തിയുള്ള ജിബ്രീൽ അലൈഹി സ്വലാം. നമുക്കറിയാം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിലെല്ലാം ആ സദവും ഗൊമോറ, ആ പട്ടണത്തെ മുഴുവൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചിറകുകൊണ്ടാണ് അടിമേലെ മറച്ചിട്ടത്. അത്രയും കരുത്തനായിട്ടുള്ള ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായിട്ട് തന്നോട് ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം ഒരല്പസമയത്തിന് ശേഷം ആ പിടിവിട്ടു. എന്നിട്ട് വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇഖ്റ, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി ആവർത്തിക്കുകയാണ്, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചേർത്ത് പിടിക്കുന്നു. ഒരല്പസമയത്തിന് ശേഷം ആ പിടിവിട്ടതിന് ശേഷം മൂന്നാമതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇഖ്റ, വായിക്കുക. അപ്പൊ എന്തിനായിരിക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും ശക്തമായിട്ട് 3 തവണ റസൂലുള്ളാഹിനെ അണച്ചു പിടിച്ചത്? നിരവധി യുക്തികൾ പണ്ഡിതന്മാർ, സീറ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് ഇതാണ് കാരണമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല, അല്ലാഹു ആലം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അതിന് പിന്നിലുള്ള ചില യുക്തികൾ സീറ പണ്ഡിതന്മാർ സീറ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമത്തെ യുക്തിയായിട്ട് അവർ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് ആ ഗുഹയിൽ ഇരിക്കുകയാണ്. പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നമെല്ലാം അതേ രൂപത്തിൽ സംഭവിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് റുഇയ സ്വാലിഹ, രാത്രി സ്വപ്നം കാണുന്നു, അത് പകല് പുലരാൻ. അതേ രൂപത്തിലുള്ള 6 മാസങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിട്ടത്. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഏതാണ് സ്വപ്നം, ഏതാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയപ്പെടാത്ത ഒരു കൺഫ്യൂഷന് ഒരുപക്ഷെ വരാനിടയുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതേ രൂപത്തിൽ ശക്തമായിട്ട് ചേർത്ത് പിടിക്കുക വഴി പ്രവാചകരെ താങ്കൾ കാണുന്നത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് ഉറച്ച ബോധ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശാരീരികമായിട്ട് ഇത്ര ശക്തമായിട്ട് ചേർത്ത് പിടിക്കാനുള്ള കാരണമെന്നാണ് പണ്ഡിതന്മാര് അതിലുള്ള ഒരു യുക്തിയായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് കാരണം ഇപ്പൊ ഗുഹയിൽ ഒറ്റക്കാണ് ഇരിക്കുന്നത്, പല സമയത്ത് ഉറങ്ങുന്നുണ്ട്, ചില സമയത്ത് ആരാധനയിൽ മുഴുകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കഴിയാൻ, പല സന്ദർഭത്തിലും സ്വപ്നം കാണുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഒരല്പസമയത്തിന് ശേഷം ഞാൻ ഇത്രയും നേരം കണ്ടത് അതൊരു സ്വപ്നമാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ ഫിസിക്കലായിട്ട് ഇത്രയും ശക്തമായിട്ട് പിടിച്ച് ഞെക്കാനുള്ള കാരണം. അതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു യുക്തി. മറ്റൊരു യുക്തി രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ഇപ്പൊ ഇസ്ലാമിലെ ഏതൊരു കർമ്മം ആത്മീയമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഏതൊരു കാര്യങ്ങൾക്ക് മുമ്പിലും ശാരീരികമായിട്ടൊരു മുന്നൊരുക്കം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കുമ്പോൾ നമസ്കാരം എന്നുള്ളത് ആത്മീയ സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്, ആത്മീയമായിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഒരു കർമ്മമാണ്. ആ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഫിസിക്കലായിട്ട് നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ഒന്നു അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെല്ലാം കഴുകി നമ്മൾ അതിലേക്ക് ഒരുങ്ങാറുണ്ട്. അപ്പൊ നമസ്കാരത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമസ്കാരം എന്നുള്ളത് ശാരീരികമായിട്ട് ചില അവയവഭാഗങ്ങളുടെ ഒരു ചലനം, അത് മാത്രമല്ല നമസ്കാരം. അത് പുറമേക്ക് അതാണ് കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് ആത്മീയമായിട്ടുള്ള ചില ഫലങ്ങളാണ്. ഖുശൂ, അതേപോലെ തന്നെ തഖ്വ, അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരീരഭാഗങ്ങളെല്ലാം ഇതേ രൂപത്തിൽ ചലിപ്പിക്കുന്നത്. അതാണ് അതിന്റെ സത്ത്. അതേപോലെ തന്നെ നോമ്പും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നോമ്പ് ശാരീരികമായിട്ട് നമ്മൾ ഭക്ഷണപാനീയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കാറുണ്ട്. പക്ഷെ അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ശാരീരികമായിട്ട് ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ ആത്മീയമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ആത്മീയ ഫലങ്ങളാണ് അതിന്റെ കാമ്പ്. അതില്ലെങ്കിൽ, അതായത് ആത്മീയ ഫലം ഒരാൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് കേവലം ശാരീരിക പ്രവൃത്തികൾ മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. അതായത് ഇപ്പൊ ഒരാള് നമസ്കാരത്തിലൂടെ അയാൾക്ക് ഖുശൂഉം അതേപോലെ തന്നെ തഖ്വയൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ പിന്നീട് അത് കേവലം ഒരു എക്സസൈസ് മാത്രമായിട്ട് പരിമിതപ്പെടുകയാണ്. അപ്പൊ ഇവിടെ എന്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ശാരീരികമായിട്ടുള്ള ഒരു മുന്നൊരുക്കം ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾക്ക് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വഹീന്റെ കാര്യത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയൊരു
ആത്മീയ ഉത്ബോധനം ലോകത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു സന്ദർഭത്തിൽ നൽകാൻ പോവാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നൽകുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായിട്ട് ആ വഹ്യ് ഏറ്റുവാങ്ങുന്നതിലേക്ക് റസൂലുള്ളാഹിന്റെ ശരീരത്തെ പാകപ്പെടുത്തണം. അതിന് പര്യാപ്തമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ അതിന് ഉതകുന്ന രൂപത്തിൽ, പര്യാപ്തമാകുന്ന രൂപത്തിൽ ഒരുക്കുക. അതായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ രൂപത്തിൽ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അണച്ചു പിടിച്ചതിന്റെ പിന്നിലുള്ള ഒരു യുക്തി. അതാണ് രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് വളരെ ഭാരമേറിയ ഒരു സന്ദേശമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഖൗലൻ സഖീല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത്യധികം ഭാരമുള്ള ഒരു സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. ആ വഹ്യ് എന്നുള്ളത് വളരെ ഭാരമേറിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പൊ ആ ഭാരത്തെ ഇനി അങ്ങോട്ട് ആ ഭാരത്തെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ അതിലേക്കുള്ള ഒരു സൂചനയായിട്ടായിരിക്കണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ 3 തവണ പിടിച്ച് അതിലുള്ള ഒരു യുക്തി എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ അല്ലാഹു അലം അതേ രൂപത്തിലുള്ള സൂചനകളാണ്. നിരവധി ഇതേ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇതെല്ലാം പണ്ഡിതന്മാര് സൂചിപ്പിച്ച കേവലം അവരുടെ അനുമാനങ്ങൾ മാത്രമാണ്. കൃത്യമായിട്ട് ഇതായിരുന്നു അതിന്റെ പിന്നിൽ എന്നുള്ളത് സമ്പൂർണ്ണമായിട്ട് നമുക്ക് ആർക്കും അറിയാൻ സാധ്യമല്ല. അല്ലാഹു അലം. ഒരാൾക്കും അത് പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയാവുന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഒരു സ്പിരിച്വൽ ഒരു ചാർജിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർ ആയിരിക്കണം അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നിലേക്ക് ചേർത്ത് പിടിക്കുക വഴി അവിടെ സംഭവിച്ചത് എന്നുള്ള അത് ആ രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലും സമാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൂരാക്കൂരിട്ടിൽ സൂറത്ത് ത്വാഹയുടെ ആദ്യ ഭാഗങ്ങൾ വായിച്ചു നോക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൂരാക്കൂരിട്ടിൽ ആ വെളിച്ചം കണ്ട സന്ദർഭത്തിൽ ആ പർവ്വതത്തിന് മുകളിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തെ അവിടെ നിർത്തിക്കൊണ്ട് ആ പർവ്വതത്തിന് മുകളിലേക്ക്, സീനാ പർവ്വതത്തിന് മുകളിലേക്ക് കയറുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടെയും സമാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ കുടുംബത്തെ എല്ലാം അവിടെ എല്ലാം നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തത അന്വേഷിച്ച് ആ ജബൽ നൂറിന് മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറുകയാണ്. അവിടെയും നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം കയ്യിലുള്ള വടി നിലത്തിടാൻ കൽപ്പിക്കുന്നുണ്ട്. സർപ്പമായി മാറിയ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം ഭയന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്ഹാ വലാ തഖഫ്, ഭയക്കേണ്ടതില്ല, വടിയെടുക്കാൻ. അതേ രൂപത്തിലുള്ള ട്രെയിനിങ്, ഒരു സ്പിരിച്വൽ ട്രെയിനിങ്, അതിലുള്ള യുക്തി പണ്ഡിതന്മാർ നിരവധി കാര്യങ്ങൾ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏതായിരുന്നാലും അത്തരത്തിലൊരു പരിശീലനം നൽകിയതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ നൽകിയത്. അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പരിശുദ്ധ ഖുർആൻ നൽകുന്നതിന് മുമ്പുള്ള ഒരു പാകപ്പെടുത്തലായിരിക്കണം ഈ ഒരു കർമ്മം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിർവഹിച്ചത് എന്നെല്ലാം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുഭവങ്ങളെല്ലാം വായിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ഇറാ ഗുഹയിലുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം റസൂലുള്ളാഹിനെ അത് ഓർമ്മപ്പെടുത്തിയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 3 തവണ ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിനെ പിടിച്ച് 3ാമത്തെ തവണയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇഖ്റ, വായിക്കുക. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സുബ്ഹാനല്ലാഹ്. 600 വർഷത്തിന്റെ ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഇരുട്ടിലകപ്പെട്ട, ജാഹിലിയത്തിലകപ്പെട്ട ലോകത്തിനുള്ള അന്ത്യനാൾ വരെയുള്ള ലോകത്തിന് മുഴുവൻ ആ വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് അവിടെ ആരംഭിക്കുകയാണ്. ആ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ വേദഗ്രന്ഥത്തിന്റെ ആദ്യ വചനങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായിട്ടുള്ള നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. സൂറത്തുൽ അലഖിന്റെ ആദ്യ ഭാഗങ്ങൾ ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്നും അലഖിൽ നിന്നും സൃഷ്ടിച്ചു. വീണ്ടും ഇഖ്റ വറബ്ബുക്കൽ അക്രം, വായിക്കുക, നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യന് അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പഠിപ്പിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ അലഖിന്റെ ആദ്യ ഭാഗങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അന്തിമ വേദഗ്രന്ഥത്തിന്റെ ആദ്യ വചനങ്ങളായിട്ട് സൂറത്തുൽ അലഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്? സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ ആയിട്ട് സൂറത്തുൽ അലഖിനെ വെക്കാനുള്ള കാരണം? സുബ്ഹാനല്ലാഹ്.
ഈ വചനങ്ങൾ, അതായത് ഈ പറയപ്പെട്ട 7 വചനങ്ങളെ ഒരല്പം ആഴത്തിൽ നോക്കിക്കാണുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കത്തിൽ ഈ ഒരു സന്ദേശം മാനവരാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിലുള്ള ഭംഗി അതിമനോഹരാണ്. സുബ്ഹാനല്ലാഹ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ സൂറത്തുൽ അലഖിൽ ഒരല്പം ചെറിയ രൂപത്തിൽ നമ്മളൊന്ന് ഈ വചനങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മറ്റൊരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സീറ പഠിക്കുന്ന സന്ദർഭത്തിൽ മാക്സിമം അത് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം ഈ സീറയോടൊപ്പം തന്നെ ഖുർആനുമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധം കൂടെ പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആനുമായിട്ട് മാക്സിമം അത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ആദ്യത്തെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരല്പം കഴിഞ്ഞ് നമ്മൾ ബദർ പറയുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ അൻഫാൽ നമ്മൾ പരിശോധിക്കും. അതേപോലെ തന്നെ ഹുദൈബിയ പറയുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ഫത്ഹ് നമ്മൾ അതേ രൂപത്തിൽ ഖുർആനുമായിട്ട് മാക്സിമം ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ ഇവിടെ നമ്മൾ അന്തിമ ഗ്രന്ഥത്തിന്റെ പ്രാരംഭ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു വചനം തെരഞ്ഞെടുക്കാനുള്ള കാരണം, അതിന്റെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരൽപ്പം സൂറത്തുൽ അലഖിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ഒരൽപ്പം ആഴത്തിൽ നമ്മൾ ഇവിടെ പരിശോധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ തന്നെ നൽകുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സുബ്ഹാനല്ലാഹ്. സൃഷ്ടിച്ചവനായിട്ടുള്ള നാഥന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. ആദ്യത്തെ കൽപ്പന ഇഖ്റ, വായിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു, എത്ര മനോഹരാണ്. അതായത് ആദ്യമായിട്ട് നൽകിയ കൽപ്പന അള്ളാഹിനെ ആരാധിക്കാനോ നമസ്കരിക്കാനോ നോമ്പ് നോൽക്കാനോ അല്ലെങ്കിൽ സത്യം തിരിച്ചറിയാനോ അതൊന്നുമല്ല, മറിച്ച് ആദ്യത്തെ കൽപ്പന വായിക്കാനുള്ള കൽപ്പനയാണ്. എത്ര മനോഹരാണ്. അതായത് നമുക്കൊരു അജ്ഞതയാകുന്ന അന്ധകാരത്തെ തുടച്ചു നീക്കാനുള്ള വെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഇൽമ്. ആ ഇൽമിന്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് വായനയിലൂടെ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൽപ്പനയിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിക്കണം, ഏതൊരു ജനതയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. മക്കയിൽ അക്ഷരജ്ഞാനമുള്ള ആളുകൾ, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. ആ ജനതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൽപ്പനയിൽ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം നൽകി. പിന്നീട് ആ ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തി ആ ഖുർആൻ മുറുകെ പിടിച്ച സന്ദർഭത്തിൽ മുസ്ലിം ലോകത്ത് നമുക്കറിയാം, ലോകത്തിന്റെ ഏറ്റവും വലിയ വൈജ്ഞാനിക കേന്ദ്രങ്ങളായിട്ട് മുസ്ലിം ലോകം മാറി. ഒരു കാലത്ത് ഖുർആൻ മുറുകെ പിടിച്ച സന്ദർഭത്തിൽ പാശ്ചാത്യ ലോകത്തുള്ള ആളുകൾ പോലും വിജ്ഞാനം തേടി ഇസ്ലാമിക ലോകത്തേക്ക് വരുന്ന രൂപത്തിൽ വലിയൊരു പരിവർത്തനം അവിടെ സംഭവിച്ചു. കാരണം ഇഖ്റ, ആ വായനയിലൂടെയുള്ള ആ തുടക്കമാണ്. ആ ഒരു കൽപ്പന അവർ സ്വീകരിച്ചു എന്നുള്ള. അബ്ബാസികളുടെ കാലഘട്ടം നമുക്കറിയാം, വൈജ്ഞാനികമായിട്ടൊരു വലിയ വിപ്ലവം ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചു എന്നുള്ള. ഇപ്പൊ മുസ്ലിം സ്പെയിന്റെ ചരിത്രമെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ ഖുർആന്റെ കൽപ്പന അവർ ഉൾക്കൊണ്ട സന്ദർഭത്തിൽ ആ ഖുർആൻ സൃഷ്ടിച്ചത് എത്രയെത്ര ഗ്രന്ഥങ്ങളാണ്. ഖുർആനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തെ എത്രയെത്ര കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ പിന്നീട് രചിക്കപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ എത്രയെത്ര മനുഷ്യ ഹൃദയങ്ങളാണ് ആ ഖുർആൻ പരിവർത്തിച്ചത്. എത്രയെത്ര പണ്ഡിതന്മാരെ, ഇൽമുള്ള ആളുകളെയാണ് ആ ഖുർആൻ വാർത്തെടുത്തത്. സുബ്ഹാനല്ലാഹ്. അതിന്റെ എല്ലാം മൊത്തം ഇൽമിന്റെ ഒരു ഫൗണ്ടനായിട്ട് ആ ഖുർആൻ പിന്നീട് മാറുകയാണ്. കാരണം അത്രയേറെ അറിവിനെ പ്രോത്സാഹിച്ചു. അതായത് ആദ്യത്തെ കൽപ്പന ഇഖ്റ എന്നുള്ള കൽപ്പനയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഖറഅ യഖ്റഉ, നമുക്കറിയാം ഖുർആൻ എന്നുള്ള ആ പദം തന്നെ യഥാർത്ഥത്തിൽ അത് തന്നെ വായിക്കുക എന്നുള്ള ആ പദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളാൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥവും ഖുർആനാണ്. ഖുർആനെ പോലെ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബിസ്മി റബ്ബിക, രക്ഷിതാവിന്റെ റബ്ബിന്റെ നാമത്തിൽ. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞില്ല. ബിസ്മില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും സുപരിചിതമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാത്രമല്ല, അള്ളാഹ് എന്നുള്ളത് അവിടെ മക്കാ മുശ്രിക്കുകൾക്ക് അവർക്ക് അറിയായിരുന്നു. നേരത്തെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയായിരുന്നു. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ വചനത്തിൽ ഉപയോഗിച്ചത് റബ്ബ് എന്നുള്ള പദമാണ്. സുബ്ഹാനല്ലാഹ്. റബ്ബിനെ അവർക്ക് അറിയില്ല. കാരണം രക്ഷിതാവ്, അതായത് രക്ഷിതാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയോടാണ് കൽപ്പിക്കുന്നത്. റബ്ബ് എന്നുള്ള പദം മനോഹരാണ്. നേരത്തെ നമ്മൾ മറ്റൊരു പ്രഭാഷണത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. റബ്ബ് എന്നുള്ളത് യജമാനൻ, സംരക്ഷകൻ, പരിപാലകൻ, അതേപോലെ തന്നെ ആധിപത്യമുള്ളവൻ, ഈ രൂപത്തിലുള്ള നിരവധി മനോഹരമായിട്ടുള്ള അർത്ഥങ്ങൾ വന്നു ചേരുന്നുണ്ട്. ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. ആ റബ്ബ് ആരാണ്? അല്ലദീ ഖലഖ്, അവൻ സൃഷ്ടിച്ചവനാണ്. സുബ്ഹാനല്ലാഹ്. അതിമനോഹരാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് സൃഷ്ടിച്ചു എന്ന് അവിടെ പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൃഷ്ടിച്ചവനാണ്. ആ ഖലഖ് എന്നുള്ള പദവും മനോഹരാണ്. കാരണം അത് മനുഷ്യരെ നമ്മൾ സൃഷ്ടിക്കുന്നത് പോലെയല്ല, മറിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നും യാതൊരു മുൻമാതൃകയില്ലാതെ, ബദീഉസ് സമാവാതി വൽ അർള്, ഒരു മുൻമാതൃകയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണ
ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഖലഖ സമാവാതി വൽ അർദ്. ആ രൂപത്തിൽ സൃഷ്ടിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. നമ്മളിവിടെ സൃഷ്ടിക്കുന്നതെല്ലാം ഓൾറെഡി നിലവിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു മുൻമാതൃകയില്ലാതെ പരിപൂർണ ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അതുമാത്രമല്ല, ഈ പ്രപഞ്ചത്തില് എല്ലാം സൃഷ്ടിക്കുന്ന, അതായത് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് നമ്മൾ പലതും സൃഷ്ടിക്കുന്നുണ്ടെന്ന്, ആ എല്ലാം നിർമ്മിക്കുന്ന മനുഷ്യരുടെയും സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് അതിമനോഹരമായിട്ടുള്ള ഹദീസ്, അത്യധികം ആശയമുള്ള ഒരു ഹദീസിൽ, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സാനിഉ കുല്ലു സാനിഇൻ വസനഅതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശില്പിയെയും അവര് നിർമ്മിക്കുന്ന ശില്പങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. ശില്പിയെയും ശില്പങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്താണ് ആശയം എന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ നമ്മൾ നിരവധി കാര്യങ്ങൾ കണ്ടെത്താറ്. ഇപ്പോ ഒരാൾ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചു, അതേപോലെ നിരവധി കാര്യങ്ങൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ആ നിർമ്മിച്ച നമ്മളെയും അതേപോലെ തന്നെ ആ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവും ബുദ്ധിയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകിയത്. അപ്പൊ ശില്പിയെയും ശില്പങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ പോലെ മറ്റൊരാൾക്കും സൃഷ്ടിക്കാൻ സാധ്യമല്ല. അപ്പൊ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായിട്ടുള്ള റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. മനോഹരാണ്. അതാണ് ആദ്യത്തെ വചനം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ ആദ്യ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, അതായത് പരിശുദ്ധ ഖുർആനെ ആ റബ്ബിന്റെ നാമത്തിൽ, ദൈവനാമത്തിൽ ലോക ജനതയ്ക്ക് മുമ്പിൽ പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുകയാണ്. എന്നിട്ട് അടുത്ത വചനം, ഖലഖൽ ഇൻസാന മിൻ അലഖ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യനെ അവൻ അലക്കിൽ നിന്നും സൃഷ്ടിച്ചിരുന്നു, ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. അലക്ക് എന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കുന്ന എന്നുള്ള അർത്ഥം. അപ്പൊ നേരത്തെ നമ്മൾ ജാഹിലിയ അറബികളുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ മുഅല്ലഖാത്ത്, അതേ പദാണ് മുഅല്ലഖ. അത് കഅബാലയത്തിന് മുകളിൽ അവർ കെട്ടിത്തൂക്കിയ കവിതകൾ, മുഅല്ലഖ, തൂങ്ങിക്കിടക്കുന്ന അതേ രൂപത്തിലുള്ള പദാണ് അലക്ക്. അലക്ക് എന്നുള്ള പദത്തിന് ശാസ്ത്രീയമായിട്ടുള്ള നിരവധി അർത്ഥതലങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അലഖിന്റെ തഫ്സീർ സെപ്പറേറ്റ് ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചു പോവാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സർവ്വതും സൃഷ്ടിച്ചു. നേരത്തെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, എല്ലാം സൃഷ്ടിച്ച് ഞാനാണ്. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആമായിട്ട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആമായിട്ട് പറഞ്ഞു, പിന്നീട് ഖാസായിട്ട് മനുഷ്യനിലേക്ക് വരാൻ. സുബ്ഹാനല്ലാഹ്. മിനൽ ആം ഇലൽ ഖാസ്. ആദ്യം മൊത്തം പറഞ്ഞു, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിയാൻ. മൊത്തം സൃഷ്ടിച്ചു, മനുഷ്യനെ ഞാനാണ് സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടികളിൽ മനുഷ്യനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിയുകയാണ്. അപ്പൊ മറ്റുള്ള ജീവജാലങ്ങൾക്ക്, മനുഷ്യേതരനായിട്ടുള്ള നിരവധി ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അവക്കെല്ലാം ജനിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത്, മാർഗദർശനം നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, സൂറത്തു ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് അവക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത്, അതായത് ആ ജീവിത രീതി, അവർക്ക് ജീവിത മാർഗങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ തന്നെ മറ്റുള്ള സൃഷ്ടികൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രനായിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാർഗദർശനം നൽകാൻ വേണ്ടി ഇവിടെ ആരംഭിക്കുകയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. സുബ്ഹാനല്ലാഹ്. അവിടെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഇൻസാൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. ഇൻസാൻ എന്നുള്ള പദം പണ്ഡിതന്മാർ പറയാറുണ്ട്, സുമ്മിയൽ ഇൻസാനൻ ലിഅന്നഹു യൻസ, അതായത് മനുഷ്യന്റെ നിസിയാൻ അല്ലെങ്കിൽ യൻസ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ മറവിക്കാരനാണ്. ആ മറവി എന്നുള്ള പദത്തിൽ നിന്നാണ് ഇൻസാൻ എന്നുള്ള പദം തന്നെ ഉത്ഭവിക്കുന്നത്. എന്താണ് മനുഷ്യനെ മറക്കുന്നത്? പല സന്ദർഭത്തിലും അവന്റെ പിന്നിട്ട കാലം മനുഷ്യന് പല സന്ദർഭത്തിലും മറക്കാറുണ്ട്. അവന്റെ തുടക്കത്തെ സംബന്ധിച്ച് അവന് കൂടുതൽ ചിന്തിക്കാറില്ല. തുടക്കത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ തീർച്ചയായും അവന്റെ ഒടുക്കത്തെ തീർച്ചയായിട്ടും അന്വേഷിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഏറ്റവും വലിയ മറവിക്കാരനായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിരന്തരം, മനുഷ്യന്റെ തുടക്കത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഉണർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ മുർസലാത്തിന്റെ 20-ാമത്തെ മനോഹരമായിട്ടുള്ള വചനം, അലം നഖ്ലുഖുകും ബിമാഇൻ മഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നു, നിസ്സാരമായിട്ടുള്ള ഒരു ദ്രാവകത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചില്ല. സുബ്ഹാനല്ലാഹ്. അത് പല സന്ദർഭത്തിലും മനുഷ്യന് മറക്കുകയാണ്.
നിരന്തരം മറക്കുന്ന നിസ്യാനായിട്ടുള്ള മനുഷ്യന് ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും അനിവാര്യമാണ്. ആ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നൽകിയത്. അതുകൊണ്ടാണ് ഖുർആന്റെ മറ്റൊരു പേര് ദിക്ർ എന്നുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മനുഷ്യനെ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നിട്ട കാലത്ത് ഉണർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അതായത് മനുഷ്യനെ ആ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചവനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്. അപ്പൊ മാതാവിന്റെ ആ ഗർഭപാത്രമാകുന്ന ആ കൂരിരുട്ടിൽ അത് നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുലുമാത്തിൻ സലാസ, ആ അത്യധികം കൂരിരുട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിച്ചതും സംവിധാനിച്ചതും നമുക്ക് വേണ്ടതെല്ലാം ആ ഗർഭപാത്രത്തിൽ ഒരുക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേ നാഥൻ തന്നെയാണ് ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ, ഈ ലോകമാകുന്ന അന്ധകാരത്തിലും ഹിദായത്താകുന്ന ആ വെളിച്ചം നൽകി നമ്മളെ വഴി നടത്തേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചുമതലയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെളിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. സുബ്ഹാനല്ലാഹ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായിട്ട് ഇഖ്റ വ റബ്ബുക്കൽ അക്രം, അത്യുദാരനായിട്ടുള്ള നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വായിക്കാനുള്ള കൽപ്പന. എന്നിട്ട് അതിനുശേഷം അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്തത് അവന് മനുഷ്യനെ പഠിപ്പിച്ചു. മനോഹരമായിട്ടുള്ള ആയത്തുകൾ, അതിന്റെ തഫ്സീറിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇഖ്റ വ റബ്ബുക്കൽ അക്രം, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കാൻ കൽപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ, അതായത് രണ്ട് രൂപത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ എന്നുള്ള പദം ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പോൾ ചില പണ്ഡിതന്മാര് ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്നും റസൂലുള്ളാഹിനോട് പഠിക്കാനുള്ള കൽപ്പന. രണ്ടാമത്തെ ഇഖ്റ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ആ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പഠിപ്പിക്കാനുള്ള കൽപ്പന. അതാണ് രണ്ട് ഇഖ്റ. അതാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. മറ്റു ചില പണ്ഡിതന്മാര് ആദ്യത്തെ ഇഖ്റ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ നൽകുന്ന വിജ്ഞാനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ വിജ്ഞാനം, വഹയിലൂടെ നൽകുന്ന ആ വിജ്ഞാനം പഠിക്കാനുള്ള കൽപ്പന. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ചേർത്ത് പറയാനുള്ള കാരണം. അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് പറയുന്ന ഇഖ്റ എന്നുള്ളത് മനുഷ്യൻ യുഗങ്ങളിലൂടെ പഠിച്ചെടുക്കുന്ന ഭൗതിക വിജ്ഞാനത്തെ സംബന്ധിച്ചാണ് രണ്ടാമത് പറയുന്ന ഇഖ്റ. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇഖ്റയുടെ കൂടെ ഇഖ്റ ബിസ്മി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് ഇഖ്റ വ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, ഉടനെ തന്നെ അവിടെ പേനയെ കുറിച്ച് പറയാനുള്ള കാരണം ആ രൂപത്തിൽ. അതായത് പേന ഉപയോഗിച്ച് നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ആ വിജ്ഞാനം, അതിന്റെ എല്ലാ തലങ്ങളും പഠിച്ചെടുക്കുക. അതാണ് രണ്ടാമതായിട്ട് പറയുന്ന ഇഖ്റയുടെ അതേ രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുക. ഏത് രൂപത്തിലായാലും നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇവിടെ ഈ ഒരു പാസേജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തവണയാണ് ആ രണ്ട് പദങ്ങളെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇഖ്റ എന്നുള്ള പദത്തെ രണ്ട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലമ എന്നുള്ള പദത്തെയും രണ്ട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കും. അതായത് അത്രയേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനെ ആ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ തൊട്ട് മുമ്പുള്ള ആയത്ത്, അതായത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അത് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പറയും. ഈ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള മനോഹരമായിട്ടുള്ള കണക്ഷനും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആ നിസ്സാരത, മനുഷ്യന്റെ തുടക്കത്തെ ചൂണ്ടിക്കാണിപ്പിച്ചു. അതായത് ഭ്രൂണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്, നമ്മുടെ തുടക്കം. അപ്പൊ നിസ്സാരനായിട്ടുള്ള നിന്റെ പദവി ഉയർന്ന് ഏറ്റവും ഉന്നത സൃഷ്ടിയാകാനുള്ള കാരണം, നീ ഏറ്റവും വലിയ ഉന്നത സൃഷ്ടിയായിട്ട് മാറാനുള്ള കാരണം എഴുതാനും വായിക്കാനുള്ള നിന്റെ കഴിവാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇതര ജീവികളിൽ നിന്നും നിന്നെ ഉന്നതനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ നിസ്സാരമായിട്ടുള്ള ഭ്രൂണത്തിൽ നിന്ന് വികാരവും വിചാരവും ബുദ്ധിയും വിവേകവും കേൾവിയും കാഴ്ചയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത ഏറ്റവും ഉന്നത സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അത്യുദാരനാണ്. ഇഖ്റ വ റബ്ബുക്കൽ അക്രം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചു നോക്കാം. മറ്റൊരു കാര്യം, അലക്കുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പൊ മനുഷ്യന് മാത്രമല്ല അലക്കിൽ നിന്നുണ്ടായത്, അത് സസ്തനികളുടെ ഭ്രൂണാവസ്ഥ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ നിരവധി ജീവികളെല്ലാം അലക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പരിണാമവാദികളെല്ലാം അവർ എംബ്രിയോളജിക്കൽ എവിഡൻസ്, അതായത് ഭ്രൂണശാസ്ത്രപരമായിട്ടുള്ള അവരുടെ തെളിവുകൾ പലപ്പോഴും അതിന് സമാനമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം അവർ കാണിക്കാറുണ്ട്. അതായത് മനുഷ്യനെ പോലെ സമാനമായിട്ടുള്ള ഭ്രൂണഘട്ടങ്ങളാണ് പല ജീവികളും പിന്നിടുന്നത്. പക്ഷേ മനുഷ്യന്റെ കാര്യത്തിൽ മാത്രം വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അതിമനോഹരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആയത്തിന്റെ അവസാനം സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, മറ്റുള്ള സൃഷ്ടികളിൽ നിന്നും വിഭിന്നമായിട്ട് മറ്റൊരു സൃഷ്ടിയായിട്ട് ഞാൻ അവനെ
സൃഷ്ടിച്ചെടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അതായത് ഇതര ജീവജാലങ്ങൾക്കൊന്നും ലഭിക്കാത്ത നിരവധി സവിശേഷത യുണീക്കായിട്ട് മനുഷ്യന് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അത് ഒന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മനുഷ്യന് മാത്രമായിട്ട് നൽകിയ കഴിവാണെന്ന് അവന് വായിക്കാൻ എഴുതാനുള്ള കഴിവ്, അവന്റെ ഭാഷ. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലമഹുൽ ബയാൻ, മനുഷ്യന് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ സവിശേഷതയാണ് അവന്റെ ആശയവിനിമയത്തിനുള്ള കഴിവ്, അവന് എഴുതാനും വായിക്കാനും സംസാരിക്കാനുള്ള കഴിവ്, ഭാഷ. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ച ഉടനെ തന്നെ അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വസ്തുക്കളുടെ പേരും ഭാഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്നതാണ്. അതായത് മനുഷ്യന്റെ ചിന്തകളെയും അറിവിനെയും വാക്കുകളിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ള ആളുകളിലേക്ക് ആശയവിനിമയം നടത്താനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമുള്ളതാണ്. അപ്പൊ നമ്മളാരും ചന്ദ്രനെ കണ്ടിട്ടില്ല, ചന്ദ്രനിൽ പോയിട്ടില്ല. പക്ഷേ ചന്ദ്രനിൽ പോയി വന്ന ആളുകൾ പറഞ്ഞു തന്ന വാക്കുകളിലൂടെ നമ്മൾ ചന്ദ്രനെ അറിയുന്നു എന്നുള്ള. അപ്പൊ വാക്കുകളിലൂടെ, അതായത് സംസാരത്തിലൂടെയും എഴുത്തിലൂടെയെല്ലാം മനുഷ്യന് അറിവ് പങ്കുവെക്കാനുള്ള കഴിവ്. അപ്പൊ സംസാരം കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം സംസാരം അത് സംരക്ഷിക്കപ്പെടേണ്ടത്. സംസാരം ആ ഒരു സന്ദർഭത്തിൽ മുന്നിലുള്ള ആളുകൾ മാത്രം കേൾക്കുന്നതാണ്. പക്ഷേ തലമുറകളിലേക്ക് അറിവിനെ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ ആ സംസാരം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് സംസാരം എന്നുള്ളത് തങ്ങി നിൽക്കാത്ത ഗന്ധാണ്. ഇപ്പൊ നമ്മൾ സ്പ്രേ അടിച്ചാൽ അത് ഒരുപാട് നേരം ഉണ്ടാവില്ല. അതേ രൂപത്തിലാണ് സംസാരം തങ്ങി നിൽക്കാത്ത ഗന്ധാണ്, എഴുത്താണ് അതിനെ താങ്ങി നിർത്തുന്നത്. അപ്പൊ മനുഷ്യന്റെ ചിന്തകളെയും അതേപോലെ തന്നെ മനുഷ്യന്റെ അറിവുകളെയും വാക്കുകളെയും എല്ലാം പേനകളിലൂടെയാണ് നമ്മൾ പകർത്താറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട്, പെൻ ഈസ് ടങ് ഓഫ് യുവർ മൈൻഡ്. അതായത് നമ്മുടെ മൈൻഡിന്റെ ടങ്ങാണ് യഥാർത്ഥത്തിൽ, നമ്മുടെ മൈൻഡിന്റെ നാവാണ് പേന. അതേ രൂപത്തിലാണ് പറയാറുള്ളത്. ആ പേന ഉള്ളത് കൊണ്ടാണ് തലമുറകളിലേക്ക് നമ്മൾ ആർജിച്ചെടുക്കുന്ന ആ വിജ്ഞാനങ്ങൾ നമുക്ക് തലമുറകളിലേക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ആ പേനയുടെ ശക്തി പണ്ഡിതന്മാർ പറയാറുണ്ട്. അതായത് പേന എന്നുള്ളത്, പേന മനുഷ്യന്റെ നട്ടെല്ലാണ്. കാരണം നാവില്ലാത്ത മനുഷ്യന് പേന മതി, പക്ഷേ പേനക്ക് നാവാകാൻ കഴിയും. അതേ സന്ദർഭത്തിൽ നാവിനൊരിക്കലും പേനയാകാൻ കഴിയില്ല എന്നുള്ള പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള കോട്ടുകളാണ്. അപ്പൊ പേന നമ്മുടെ അറിവിനെ നമ്മൾ ഇതേ രൂപത്തിൽ ആർജിച്ചെടുക്കുന്ന ആ അറിവിനെയെല്ലാം പേന ശേഖരിച്ചു വെച്ച് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ആ തലമുറകളിലേക്ക് പേന കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യ നാഗരികതകൾ ഉണ്ടാക്കുന്നത്. മനുഷ്യന്റെ നാഗരികതകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ വിജ്ഞാനം പ്രചരിപ്പിക്കാനും വളർത്താനും തലമുറകളിലേക്ക് കൈമാറാനും സാധിച്ചത് കൊണ്ട് മാത്രമാണ് മനുഷ്യ നാഗരികതകൾ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരു ജനറേഷൻ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ജനറേഷൻ, ആ ജനറേഷൻ അവര് നിരന്തരം അവരുടെ ചിന്തകളിലൂടെയും അതേപോലെ തന്നെ പഠനങ്ങളിലൂടെയും നേടിയെടുക്കുന്ന ആ ഒരു വിജ്ഞാനം അത് അവരവിടെ ശേഖരിച്ചു വെക്കുന്നു. ആ ജനറേഷൻ അവിടെ അവസാനിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത ജനറേഷൻ വരുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ആ ജനറേഷൻ എവിടെയാണ് അവസാനിപ്പിച്ചത് ആ പോയിന്റിൽ നിന്നാണ് അവര് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് പടിപടിയായിട്ടുള്ള മനുഷ്യന്റെ പുരോഗതിയെല്ലാം ആ രൂപത്തിലാണ് മനുഷ്യന് കൈവരിച്ചത്. ഈ രൂപത്തിൽ കൈവരിക്കാനുള്ള കാരണം നമുക്ക് ലഭിക്കുന്ന അറിവ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ്. ആ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് ലഭിച്ച പേന എന്നുള്ള വലിയ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. ഏത് ശാസ്ത്രരംഗത്താകട്ടെ, ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ച് വീഴുന്നതല്ല, മറിച്ച് മുൻഗാമികളായിട്ടുള്ള അതേ രംഗത്ത്, ആ രംഗത്ത് തന്റെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം പരിശോധിച്ച് അയാൾ എവിടെയാണ് അവസാനിപ്പിച്ചത്, അയാൾ അവസാനിപ്പിച്ചിടത്താണ് അദ്ദേഹം പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ നിരന്തരം പടിപടിയായിട്ടുള്ള പരീക്ഷണങ്ങളുടെ ഫലമാണ് അവസാനം നമ്മളൊരു കണ്ടെത്തലിലേക്കെല്ലാം എത്തിച്ചേരുന്നത്. അപ്പൊ ഇത്തരത്തിൽ അറിവുകൾ തലമുറകളിലേക്ക് നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചത് പ്രധാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുയോജ്യമായിട്ട രൂപത്തിലാണ് നമ്മുടെ മസ്തിഷ്കത്തെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഇപ്പൊ ന്യൂറോ സയൻസിലുള്ള ആധുനികമായിട്ടുള്ള നിരവധി പഠനങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പൊ നമ്മുടെ തലച്ചോറിലുള്ള മോട്ടോർ കോർട്ടക്സിലുള്ള ഭാഷയെ നിയന്ത്രിക്കുന്ന എത്ര ഭാഗങ്ങളാണ്. ആംഗുലാർ ജൈറസ്, അതേപോലെ തന്നെ വെർണിക്കസ് ഏരിയ, ബ്രൊക്കാസ് ഏരിയ, ഇതേ രൂപത്തിലുള്ള നിരവധി പ്രത്യേക ഭാഗങ്ങൾ മനുഷ്യന്റെ തലച്ചോറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഷയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുക, എത്ര ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ വെച്ചിട്ടുള്ളത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. എനിക്കറിയാൻ കഴിയാത്തത്, ഞാൻ പഠിച്ചത് മുഴുവൻ എന്റെ മുൻഗാമികളായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാള് അയാൾ അറിഞ്ഞത് അയാൾ പങ്കുവെച്ചതിലൂടെയാണ്. അയാളെ പങ്കുവെച്ച അത് മുഴുവനും അയാളുടെ അറിവുകൾ അയാൾ പേനയിലേക്ക് പകർത്തിയത് കൊണ്ടാണ് അത് എനിക്ക് ലഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. സുബ്ഹാനല്ലാഹ്.
തുടക്കത്തിൽ പറഞ്ഞ ആ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ജീവികളിൽ നിന്നെല്ലാം വ്യതിരിക്തമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രമായിട്ട് നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് 3 ഹെവൻലി ഗിഫ്റ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാത്രമായിട്ട്, മനുഷ്യന് മാത്രമായിട്ട് നൽകപ്പെട്ട ചില അനുഗ്രഹങ്ങൾ. ഒന്നാമത്തെ അനുഗ്രഹം എന്നുള്ളത് നാണം മറക്കാനുള്ള വസ്ത്രമാണ്. സുബ്ഹാനല്ലാഹ്, നാണം മറക്കാനുള്ള ആ ബോധം. സൂറത്തുൽ അറാഫിന്റെ 26-ാമത്തെ വചനത്തിൽ യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീസ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാണം മറക്കാനുള്ള ആ ബോധം അത് മനുഷ്യന് മാത്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. മറ്റൊരു ജീവികൾക്കും ആ ഒരു ഗുണം നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സ്പെഷ്യലായിട്ട് നൽകിയതാണ്. മനുഷ്യനെ സവിശേഷ സൃഷ്ടിയാക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലമഹുൽ ബയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് മനുഷ്യന് നൽകിയ മറ്റൊരു ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം എന്നുള്ളത് ഭാഷയാണ്. ആശയവിനിമയത്തിനുള്ള അപാരമായിട്ടുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നൽകിയതാണ്. അതായത് എത്ര പരിണാമവാദം വെച്ച് വിശദീകരിച്ചാലും മനുഷ്യന്റെ ഈ ഒരു കഴിവ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നൽകിയതാണ്. സൂറത്തുർ റൂമിന്റെ 32-ാമത്തെ വചനത്തിൽ ഒമിൻ ആയാതിഹി വഖ്തിലാഫു അൽസിനതികും അൽവാനിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ ഭാഷയിലും അതേപോലെ തന്നെ നിങ്ങളുടെ നിറങ്ങളിലുള്ള വ്യത്യാസങ്ങളെല്ലാം ഒമിൻ ആയാതി, എന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് കലം, പേനയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ പറയാറുണ്ട് ഭാഷയുടെ ഫോട്ടോഗ്രാഫാണ് എഴുത്ത്. അപ്പൊ ഭാഷയും ചിന്തയും അറിവെല്ലാം പകർത്തി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ട് മനുഷ്യ നാഗരികത സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചത് മുഴുവൻ പേന എന്നറിയപ്പെടുന്ന ഈ ഒരു വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഖലഖൽ ഇൻസാനു മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ഏറ്റവും വലിയൊരു വരദാനാണ് മനുഷ്യന് മാത്രമായിട്ട് നൽകപ്പെട്ട. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഖലമാണ്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ചല്ല, സൃഷ്ടികളെ പിടിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസം, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യപ്പെടാറുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പേനയെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യും. അത്രയേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അത്രയും വലിയ പങ്കാണ് മനുഷ്യ നാഗരികത സൃഷ്ടിക്കുന്നതിൽ, മനുഷ്യ ചരിത്രത്തിൽ പേന വഹിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹമാണത്. സുബ്ഹാനല്ലാഹ്, അപ്പൊ നിന്നെ സൃഷ്ടിച്ചവനായിട്ടുള്ള നാഥൻ, ആ നാഥൻ നിനക്ക് മാത്രമായിട്ട് നൽകപ്പെട്ട ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കാനും അതേപോലെ തന്നെ എഴുതാനുള്ള ആ അനുഗ്രഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അന്തിമ ഗ്രന്ഥം ആരംഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ മനുഷ്യന്റെ പ്രശ്നമാണ് പറയുന്നത്. അടുത്ത ആയത്ത് കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മനുഷ്യന് ഏറ്റവും വലിയ ധിക്കാരിയായിട്ട് തീർന്നിരിക്കുന്നു. അല്ലെ തൊക എന്നുള്ള പദം, തുകയാൻ എന്നുള്ള പദം എല്ലാം പരിശുദ്ധ ഖുർആനിൽ തുകയാനം കുഫർ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ധിക്കാരിയായിട്ട് മനുഷ്യന് മാറിയിരിക്കുക. ഒന്നാമത്തെ ധിക്കാരം എന്താന്ന് വെച്ചാൽ സൃഷ്ടാവായിട്ടുള്ള സംരക്ഷകനായിട്ട് അള്ളാഹുവിനോട് ചെയ്ത ധിക്കാരം. ഏറ്റവും വലിയ ധിക്കാരം അള്ളാഹിനെ റബ്ബായിട്ട് അവനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന ശിർക്ക് ലദുൽമുൻ അളീം, ഏറ്റവും വലിയ അക്രമം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോവുക എന്നുള്ളതാണ്. അള്ളാഹിനോടുള്ള ബാധ്യതകൾ അവന് നിർവഹിച്ച് സൃഷ്ടാവും സംരക്ഷകനും എല്ലാം നൽകിയ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ, അതേ രൂപത്തിൽ അള്ളാഹുവിനോടും അതേപോലെ തന്നെ നിരവധി അക്രമങ്ങൾ അനീതികളെല്ലാം ഒഴുകിയിട്ടാണ് അവര് ജീവിക്കുന്നത്. അതാണ് മനുഷ്യന്റെ പ്രശ്നം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആ പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം ചേർത്ത് വായിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലേക്ക് കയറാനുള്ള കാരണം അതേ രൂപത്തിലുള്ള അക്രമങ്ങൾ അനീതികൾ ആ സമൂഹത്തില് കണ്ട് അസ്വസ്ഥമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇറാ ഗുഹയിലേക്ക് എത്തിയത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാര്യം, അതായത് മനുഷ്യന്റെ ആ പ്രശ്നത്തെ സംബന്ധിച്ച് ആദ്യം പറയുന്നു. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രശ്നത്തെ ഡയഗ്നോസ് ചെയ്യാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രശ്നത്തിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തായിട്ട് ഉടനെ തന്നെ പറയുന്നു അർറഅ ഉസ്തഅന. സുബ്ഹാനല്ലാഹ്, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ അവനെ സ്വയം പര്യാപ്തനായിട്ട് കണ്ടു. അതാണ് മനുഷ്യൻ അക്രമയാക്കി തീർത്തത്. അതായത് ഞാൻ മാത്രം എനിക്ക് മതി, ഞാൻ ഒരാളോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. എന്ത് സൃഷ്ടാവ്, എന്ത് ദൈവം, എവിടെ ദൈവം, ദൈവത്തെ ആര് സൃഷ്ടിച്ച്, അതേ രൂപത്തിൽ എനിക്ക് തോന്നിയ രൂപത്തിൽ എവിടെ ജീവിക്കാം, എനിക്ക് ആരോടും കണക്ക് പറയേണ്ടതില്ല. അതേ രൂപത്തിൽ ഏതു രൂപത്തിലും ജീവിക്കാനുള്ള ഒരു ലൈസൻസ് സ്വയം തെരഞ്ഞെടുത്തത് കാരണം അവൻ ഏറ്റവും വലിയ അക്രമിയായിട്ട് തീർന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അതായിരുന്നു അവന് പറ്റിയ തെറ്റ്. അതായത് ഒരാളും കണക്ക് ബോധിക്കേണ്ടതില്ല, ഞാൻ സ്വതന്ത്രനാണെന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യന് ജീവിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ആദ്യം പ്രശ്നം പറഞ്ഞു, ആ പ്രശ്നത്തിന്റെ കാരണം പറഞ്ഞു. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൊല്യൂഷൻ, അതിന്റെ പരിഹാരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഇന്ന ഇലാ റബ്ബിക റുജ്അ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് തീർച്ചയായിട്ടും നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്റെ മടക്കം. അതായത്
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മനോഹരാണ്, ഈ ഒരു പാസേജ് അതിമനോഹരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അക്രമികളായിട്ട് നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. കാരണം തീർച്ചയായിട്ടും നീ എന്നിലേക്ക് മടക്കപ്പെടും. ആ സന്ദർഭത്തിൽ നിനക്ക് ഞാൻ മറ്റൊരു ജീവികൾക്കില്ലാതെ പ്രത്യേകമായിട്ട് നിനക്ക് മാത്രമായിട്ട് നൽകപ്പെട്ട ആ കഴിവുകളെല്ലാം തന്ന് നിന്നെ അനുഗ്രഹിച്ചത് തന്നെ നിനക്ക് വരാനിരിക്കുന്ന, അതായത് നീ എന്നിലേക്ക് മടങ്ങുമെന്നുള്ളതിന് തെളിവാണ്. നിന്നെ ഇതെല്ലാം തന്ന് അനുഗ്രഹിച്ച ആ അള്ളാഹുവിനോട് നീ തീർച്ചയായിട്ടും കണക്ക് പറയേണ്ടതുണ്ട്. നിനക്ക് തോന്നിയ രൂപത്തിൽ അവിടെ ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായിട്ടും നീ എന്നിലേക്ക് വരാനിരിക്കുന്നു, അല്ലെങ്കിൽ നീ എന്നിലേക്ക് മടക്കുമെന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് നിങ്ങളുടെ മടക്കം. അതല്ലാതെ തോന്നിയ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഒരാളും കരുതേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കുന്നുണ്ട്. മനോഹരാണ്. സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ സൂറത്തിന്റെ പേര് തന്നെ നോക്കുക, സൂറത്തുൽ ഖിയാമയുടെ 36-ാമത്തെ വചനത്തിൽ അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, മനുഷ്യനെ വിചാരിക്കുന്നുണ്ട് അവനെ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന്, മനുഷ്യന് കരുതുന്നുണ്ട് അവനെ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന്. അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, അവന് തുടക്കത്തിൽ ശ്രവിക്കപ്പെടുന്ന അതായത് ഒരു ബീജഗണമായിരുന്നില്ല, അറപ്പുളവാക്കുന്ന ആ ഒരു ജലഗണികയായിരുന്നില്ല അവന് തുടക്കത്തിൽ. അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന. സുബ്ഹാനല്ലാഹ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, പിന്നീട് അവന് ഭ്രൂണായി അവനെ ഞാൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു. ഈ സൂറത്തിലും ആദ്യത്തിൽ അതേ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആ ഭ്രൂണ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബീജഗണത്തിൽ നിന്നും അവനെ ഞാനാണ് സൃഷ്ടിച്ച് സംവിധാനിച്ചത്. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, അതിനുശേഷം അവനെ വ്യത്യസ്ത ലിംഗമായിട്ട്, അതായത് സ്ത്രീയും പുരുഷനായിട്ട് ഞാൻ മാറ്റി. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗത, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, അങ്ങനെ അതെല്ലാം ചെയ്ത എനിക്ക് മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും നിങ്ങൾ ജനിച്ച ആളുകൾ നിങ്ങൾ ഒരിക്കലും മരണപ്പെടും. ആ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ അക്രമങ്ങൾക്കും അനീതികൾക്കെല്ലാം നിങ്ങൾ അവിടെ മറുപടി പറയേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് ഇവിടെ ഉണർത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉത്ബോധനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലേക്ക് എത്താനുള്ള കാരണം നമുക്കറിയാം. അവിടെയുള്ള ആളുകളുടെ തിന്മകളിൽ അസ്വസ്ഥമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലേക്ക് അതിനുള്ള പരിഹാരം തേടിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിലേക്ക് കയറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നം പറഞ്ഞു, അതേപോലെ തന്നെ അതിനുള്ള പരിഹാരം, അതിന്റെ പ്രശ്നമായിട്ട് പറഞ്ഞത് അവർ സ്വയം പര്യാപ്തരാണെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ റബ്ബിനെ സംബന്ധിച്ച് അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ചെയ്തികൾക്ക് നാളെ കണക്ക് പറയേണ്ട ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ഇന്ന ഇലാ റബ്ബിക റുജ്അ, ആ ഒരു യാഥാർത്ഥ്യം ആളുകളെ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധിപ്പിക്കുകയാണ്. അതാണ് ആദ്യത്തെ വചനം. സുബ്ഹാനല്ലാഹ്. എത്ര കനപ്പെട്ട ആ വാക്കുകളാണ് തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതും ചിന്തിച്ചു നോക്കുക. ആ ഹിറാ ഗുഹയുടെ ആ കൂരാകൂരിരുട്ടിൽ പെട്ടെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ കനപ്പെട്ട വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓൾറെഡി ഭയന്നിട്ടുണ്ട്. ആ 3 തവണ ജീവൻ പോകുന്ന രൂപത്തിൽ പിടിച്ച് ഞെക്കിയിട്ടുണ്ട്. ആ ഭയന്ന ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭയത്തിന് മീതെ അതിശക്തമായിട്ടുള്ള വാക്കുകളും റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ അലാ ഖൽബിക നസല അലാ ഖൽബിക, പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ആ ഹൃദയത്തിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിക്ഷേപിച്ച് അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അപ്രത്യക്ഷനാവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു ധാരണയില്ല. ഭയന്നു വിറച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ നിന്നും തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അത്യധികം ഭയന്ന് പറിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഓടുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗം അടുത്ത ഭാഗത്ത് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ആഴത്തിൽ മനസ്സിലാക്കാനും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ അടുത്തറിയാൻ ആ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ പ്രവാചകന്റെ അനുയായികളുടെയും കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.